Good morning, everyone. Welcome to Attendant Malayalam channel. This is Rintu Sebastian, and welcome to the Hindi editorial analysis of 14th November 2000, 14th December 2022. രണ്ട് ദിവസമായിട്ട് ഞാൻ നവംബറിലോട്ട് തിരിച്ചു പോകണല്ലോ, എന്താണ് അല്ലെ? അപ്പൊ നമുക്ക് നല്ല സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ. അപ്പൊ എല്ലാ ദിവസമുള്ള സെഷനാണ്, രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള സെഷനാണ്. ഈ ഹിന്ദു എഡിറ്റോറിയൽ വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നമുക്കൊന്ന് പറയാം. അതുപോലെ അതിൽ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ആർട്ടിക്കിളിൽ വരുന്ന വൊക്കാബുലറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കാനുള്ള സെഷനാണ്. ഈ ഒരു സെഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേസിൽ നമ്മൾ രാവിലെ 8:30 മണി മുതൽ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കും, ഫ്രേസസ് പഠിക്കും, വൺ വേർഡ്സ്, ഇഡിയംസ് എല്ലാം പഠിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടും. ഓഫ് കോഴ്സ് റീഡിംഗ് എബിലിറ്റി കൂട്ടുന്ന പോലെ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് എബിലിറ്റി, ഫോർമൽ റൈറ്റിംഗിൽ നിങ്ങൾ ഒരുപാട് ഹെൽപ്ഫുൾ ആവും ഈ ഒരു സെഷൻ. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമുക്ക് ജനറൽ അവയർനെസ്, ഓഫ് കോഴ്സ് നമ്മൾ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ ഉറപ്പായിട്ടും എഡിറ്റോറിയലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ ന്യൂസ് ആണ്. ന്യൂസ് ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ എഡിറ്റോറിയൽ. അപ്പോൾ എല്ലാ ദിവസവും ഉള്ള പോലെ നമുക്ക് 2 ആർട്ടിക്കിളാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്നൊക്കെ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ കോട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗുഡ് മോർണിംഗ്, ഉഷാറാണല്ലോ എല്ലാവരും. നമുക്ക് നമ്മുടെ കോട്ടിലോട്ട് പോകാം. ഇന്നത്തെ കോട്ട് ഇതാണ്: വെൻ യു ഫീൽ ലൈക്ക് ക്വിറ്റിംഗ്, തിങ്ക് അബൌട്ട് വൈ യു സ്റ്റാർട്ടഡ്. നമുക്ക് ചില സമയങ്ങളല്ലേ, നമ്മുടെ ചില ടൈം ഉണ്ടല്ലോ, ദർ ആർ ടൈംസ് ഇൻ യുവർ ലൈഫ്, ഒക്കേഷൻസ് ഇൻ യുവർ ലൈഫ്. ചില അവസരങ്ങളിൽ നമുക്ക് തോന്നും മതി, നിർത്തിയേക്കാം, ഇനി വേണ്ട, ലെറ്റ്സ് ക്വിറ്റ് എന്ന് തോന്നും അല്ലെ, നിർത്തിയേക്കാം അല്ലെ. അതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ട, മതി, മടുപ്പ് തോന്നിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഡോണ്ട് ക്വിറ്റ് ചെയ്യരുത്. എന്ത് ചെയ്യണം? തിങ്ക് അബൌട്ട് വൈ യു സ്റ്റാർട്ടഡ്. എന്തിനാ ഞാനിത് തുടങ്ങിയത്? ഇത് തുടങ്ങിയതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എന്തിനു തുടങ്ങിയെന്ന് ആലോചിച്ച് നോക്കുക. എന്തിനാ ഞാനിത് തുടങ്ങി വെച്ചത്? അപ്പം ആ ഒരു നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരു പോയിന്റ് ഉണ്ടല്ലേ. നമ്മളൊരു കാര്യം, ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ആ സോഴ്സിലോട്ടൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഞാൻ ക്വിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ചില സമയങ്ങളിൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനം എടുക്കും. വേറെ ആരോട് ചോദിച്ചിട്ടുണ്ടോ നമുക്ക് തീരുമാനം കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് തന്നെ ഒന്ന് യു ഹാവ് ടു ടേക്ക് യുവർ ഓൺ ടൈം ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്, നിങ്ങളിൽ നിന്ന് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ക്വിറ്റ് ചെയ്യണം തോന്നുമ്പോൾ ആലോചിച്ച് നോക്കുക, എന്തിനാ ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആകെ ടയേർഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ ടേക്ക് എ ബ്രേക്ക്, ഒരു ബ്രേക്ക് എടുക്കുക ആൻഡ് കം ബാക്ക്. അല്ലാതെ ഉടനെ തന്നെ ചാടിക്കരുത്, നിർത്തിയേക്കാം, ഇട്ടിട്ട് പോയേക്കാം എന്ന് വിചാരിക്കരുത്. അത് അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും when you feel like tired, I'm really tired എന്ന് ഫീൽ ചെയ്താൽ ഉറപ്പായിട്ടും ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് തിരിച്ചു വരാം. അത്രേ ഉള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലെപ്പോഴും വേണം. അല്ലാതെ ചാടിക്കയറി നിർത്തിയിട്ട് പോരുത്, തുടങ്ങി വെച്ച് നമ്മൾ അവസാനിപ്പിക്കണം. അപ്പൊ അതാണ് ഇന്നത്തെ കോട്ട്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഇന്നത്തെ ചിന്ത അതിനെ പറ്റി ആയിരിക്കട്ടെ. അപ്പൊ നമുക്ക് 2 ആർട്ടിക്കിളിനെ പറ്റി നോക്കട്ടെ. ഇന്ന് ഒരു ആർട്ടിക്കിൾ നമ്മുടെ ഫിനാൻസ് ആർട്ടിക്കിൾ ആണ്. അപ്പോൾ അത് ഇൻഫ്ലേഷന്റെ ഒരു എന്താ പറയുക, റീറ്റെയിൽ ഇൻഫ്ലേഷന് കുറച്ച് കുറവുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ചെറിയൊരു സമാധാനം നമുക്കുണ്ട്. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ എന്തായാലും ഫിനാൻസ് ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വായിച്ചിടാതെ പറ്റില്ല. അപ്പൊ ഫിനാൻസ് ആർട്ടിക്കിൾ ആണ് നമ്മൾ വായിക്കുന്നത്. ആൻഡ് ഒരു ആർട്ടിക്കിൾ ഉണ്ട് അബൌട്ട് ഗുജറാത്ത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJP ആണ് ഗുജറാത്ത് ഭരണം ആരംഭിക്കുകയാണ്. അപ്പൊ ആരംഭിക്കുന്നതിൽ തുടരുകയാണ്, അങ്ങനെ പറയണം അല്ലെ. ആരംഭിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 32 years ആയിട്ട് അവരിങ്ങനെ തുടർന്നുകൊണ്ട് പോവാണെന്ന് വേണം പറയാം. അപ്പം അതിനെപ്പറ്റി, ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ പറ്റി നമ്മൾ സംഭവിക്കുമ്പോൾ പുറമേലും ഒരുപാട് അലങ്കാരമൊക്കെ ഉള്ള വളരെ ഡെക്കറേറ്റീവ് ആയിട്ടൊരു സ്റ്റേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ ഉള്ളിലോട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് സ്ഥലത്തോട്ട് എത്താത്ത, കുറെ ഡെവലപ്മെന്റ് എത്താത്ത, ഇൻഫ്ലേഷൻ ഒരുപാട് അഫക്ട് ചെയ്യുന്ന ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് എന്താ പറയാ, പൂർ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഗുജറാത്തിൽ. അതിനെപ്പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഗുജറാത്ത് എന്ന് പറയുന്നത് ഇനി ഭരണത്തില് പ്രശ്നം അവര് വഷളാക്കാതെ ഒരുപാട് സർവേ ഒക്കെ എടുത്തപ്പം കണ്ട ഒരു കാര്യമാണ് ഇൻഫ്ലേഷന്. ഈ ഒരു BJP സർക്കാരിന്റെ ഭരണത്തോട് ആൾക്കാർ കുറെ പേര് ഡിസാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ കറപ്ഷൻ ആൻഡ് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. അപ്പം ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങൾക്ക് അറിയാം, പൊളിറ്റിക്കലി ഓറിയന്റഡ് ആർട്ടിക്കിൾ ആണ്. അപ്പോൾ നമ്മൾ നോർമലി പൊളിറ്റിക്കലി ഓറിയന്റഡ് ആർട്ടിക്കിൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല. ബട്ട് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ കുറച്ചുകൂടി ഒരു കൃത്യമായിട്ട് ഭരണത്തിനെ ഒന്ന് മുന്നോട്ട് കാണണം, കുറച്ചുകൂടി സീരിയസ് ആയ സ്റ്റെപ്സ് ഇതിന് എടുക്കണം, ടാക്കിൾ ചെയ്യണം എന്നൊക്കെയുള്ളവരാണ് ആർട്ടിക്കിൾ. സോ അത് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ യു ക്യാൻ ഗിവ് ഇറ്റ് എ റീഡ്, ഓഫ് കോഴ്സ്. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ റിലേറ്റഡ്, ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ, നമുക്ക് താമസിപ്പിക്കേണ്ട. ലെറ്റ് സ്റ്റാർട്ട്.
അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന Attendant മലയാളം ചാനൽ നമുക്കൊരു ആപ്പ് ഉണ്ട്. Attendant ആപ്പ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ പോയാലും ആപ്പ് സ്റ്റോറിൽ പോയാലും നിങ്ങൾക്ക് ഇത് കിട്ടും. ഡൗൺലോഡ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങളോട് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക. സ്റ്റേറ്റ് എക്സാംസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള കിട്ടും, കേരള എക്സാംസ്. അപ്പോൾ കേരള സ്റ്റേറ്റ് എക്സാംസ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ഓരോ കോഴ്സുകളും അതുപോലെ നമ്മളുടെ ക്വിസസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ജോബ് അലേർട്സ് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യാം. എസ്പെഷ്യലി ക്വിസസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് എടുത്ത് അല്ലെങ്കിൽ 5 മിനിറ്റോളം എടുത്ത് നിങ്ങളൊരു ക്വിസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റൻസ് ആണ് കിട്ടുന്നത്? ആ ക്വസ്റ്റൻസ് എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് എൻ്റെ പഠനമൊക്കെ ഓക്കെ ആണോ, ഞാൻ പോകുന്ന രീതിയിൽ എൻ്റെ ലെവൽ എന്താണ് എന്ന് നിങ്ങൾക്ക് ലെവലപ്പ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ചാൻസ് ആണ്. അപ്പോൾ റിമെമ്പർ ദാറ്റ്, എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ക്വിസസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, ആപ്പ് യൂസ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനായാലും സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസിലായാലും ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ CGL എക്സാംസിന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഇപ്പോൾ CHSL ക്ലാസ്സുകൾ പോകണം, DRDO ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, GD ക്ലാസ്സുകൾ, FCA ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കോർട്ട് എക്സാംസ്, എല്ലാ ക്ലാസ്സുകളും ഇവിടെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് ക്ലാസ്സിനാണ് ജോയിൻ ചെയ്യേണ്ടത്, ബാങ്ക് എക്സാമിന്റെ ക്ലാസ്സുകൾ, ഇൻഷുറൻസ്, എല്ലാ ക്ലാസ്സുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ യു ക്യാൻ ഓൾവേസ് കം ടു അസ്. ക്ലാസ്സുകളൊക്കെ കിട്ടും കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ഇതിപ്പം എക്സാം അനാലിസിസ് ആയിക്കോട്ടെ, PYQ സെഷൻസ് ആയിക്കോട്ടെ, മോക്ക് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, അറ്റൻഡ് ചെയ്യുക. പരമാവധി നിങ്ങൾ ഉപയോഗിക്കുക. ക്വസ്റ്റൻസും സെഗ്മെന്റ്സും സ്ട്രാറ്റജി വീഡിയോസും എഡിറ്റോറിയലും അതുപോലെ കറണ്ട് അഫയേഴ്സും ഒക്കെ ഉപയോഗിക്കുക. ആൻഡ് മൂവ് ഫോർവേഡ് അല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് സജസ്റ്റും ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുടങ്ങാം അല്ലേ. നമുക്ക് തുടങ്ങാം. ഇന്ന് വളരെ വളരെ കുറച്ച് ഇഡിയംസും ഫ്രേസൽ വെർബ്സും വൺ വേർഡ്സും ഉള്ളൂ. 2 ഫ്രേസൽ വെർബ് ആണ്. 2 നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് അത് നമ്മൾ നേരെ നമ്മുടെ വൊക്കാബുലറി വേർഡ്സിലോട്ട് പോകും കേട്ടോ. അപ്പോൾ 2 നോക്കിക്കേ. ഇന്ന് 2 വന്നിരിക്കുന്നു. ഒന്ന് ബ്രിങ് അബൌട്ട്, രണ്ടാമത് റെയിൻ ഇൻ. ബ്രിങ് അബൌട്ട് നിങ്ങൾക്ക് അറിയാലോ, കാരണമാകുക, കോസ്. ഒരു കാര്യം കോസ് ചെയ്യുക അല്ലെ, കാരണമാകുക. ബ്രിങ് അബൌട്ട്, കോസ് ചെയ്യുക ഓർ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബ്രിങ് അബൌട്ട് അല്ലെ. The newly appointed government brings about something, എന്തെങ്കിലും ഒരു കാര്യത്തിന് കാരണമായി എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓർ എനിത്തിങ് കോസസ് എനിത്തിങ് എന്ന് പറയില്ലേ, അതുപോലെ ബ്രിങ് അബൌട്ട് എന്ന് പറഞ്ഞാൽ കോസ് ചെയ്യുക, കാരണമാകുക. റെയിൻ ഇൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ് എടുക്കുക. റെയിൻസ് എന്ന് പറയുമ്പോൾ തന്നെ കടിഞ്ഞാണെന്നാണ്. അപ്പോൾ റെയിൻ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം, RAIN ആണ്, RAIN അല്ല. അപ്പോൾ റെയിൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. അത് നമ്മൾ എപ്പോഴും പറയും, ഇൻഫ്ലേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ റെയിൻ ഇൻ എന്ന ഫ്രേസൽ വെർബ് ഡിസ്കസ് ചെയ്തിരിക്കും. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക അല്ലെ. കടിഞ്ഞാണിടുക പറയില്ലേ, സെയിം സാധനം, ദാറ്റ് ഇസ് റെയിൻ ഇൻ. ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പൊ 2 ഫ്രേസൽ വെർബുകൾ. പെട്ടെന്ന് സെന്റൻസ് പറയണ, പെട്ടെന്ന് നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, അപ്പോ വേഗം സെന്റൻസ് പറഞ്ഞോളൂ കേട്ടോ. 2 ഫ്രേസൽ വെർബേ ഉള്ളൂ. ഒന്ന് ബ്രിങ് അബൌട്ട്, അടുത്തത് റെയിൻ. ബ്രിങ് അബൌട്ട് ഞാൻ പറഞ്ഞല്ലോ, കാരണമാകുക അല്ലെ. നമ്മൾ പറയില്ലേ, this decision brings about a change in the representation, or this decision brings about, or this bill brings about change in the rule, something like that. എന്ത് നിങ്ങൾക്ക് പറയാം, കാരണമായി, ഇന്നതിന് കാരണമായി, ഇന്ന ഒരു മാറ്റത്തിന് കാരണമായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ബ്രിങ് അബൌട്ട്. Okay, this decision brings about a sadam. Okay, his greedy nature brought about many problems, and so he decided to rein in it. Rein in it alla, rein it in, rein it in. Okay, that's correct. Flogging a dead horse brought about chaos among people. That's great. Good sentence. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെ ഓർത്തിരിച്ചാൽ മതി, ബ്രിങ് അബൌട്ടും റെയിൻ ഇന്നും. അപ്പൊ നമുക്ക് നേരെ എവിടേക്ക് പോകാം, നമ്മുടെ വേർഡ്സിലോട്ട്. ഇന്ന് വേർഡ്സ് കുറച്ചധികം ഉണ്ട് കേട്ടോ. നമുക്ക് വേർഡ്സ് കുറച്ചധികം ഉണ്ട്. ഫ്രേസൽ വെർബ്സ് ഇഡിയംസ് ഒന്നും ഇല്ല അധികം, പക്ഷെ നമുക്ക് വേർഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ലെറ്റ്സ് മൂവ് ടു ദ വേർഡ്സ്. അപ്പൊ നമ്മുടെ SSC CHSL ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ് 15-ാം തീയതി. അപ്പോൾ നിങ്ങൾ ഇന്ന് 14-ാം തീയതി ആണല്ലേ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ആദ്യമേ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാത്തവർ അപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം SSC CHSL എന്ന് പറഞ്ഞ ക്ലാസ്സസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രാറ്റജി വീഡിയോസ് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനുമായിട്ട് ഞങ്ങൾ PYQ സെഷൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇന്ന് 7:30 മണിക്ക് PYQ സെഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവർ ആദ്യമേ തന്നെ പോയി അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് 2240 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ആഫ്റ്റർ ഡിസ്കൗണ്ട്. അപ്പൊ എന്റെ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കോഴ്സിൽ പർച്ചേസ് ചെയ്യാം CHSL ക്ലാസ്സുകൾ. +2 ലെവൽ എക്സാം ആണ് കേട്ടോ. അപ്പൊ വളരെ നിങ്ങൾക്ക് എന്താ പറയാ, വളരെ സിമ്പിൾ ആയ ക്വസ്റ്റൻസ് ആണ് വരുന്നത്. ഒരേ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ്. നിങ്ങൾക്കൊന്ന് ആ റൂട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ, അതിന്റെ ഒരു ബേസ് പഠിച്ചു വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പരിപാടി എളുപ്പമാണ്. അപ്പൊ അതൊന്ന് പഠിക്കുക, ഉഷാറായിട്ട് കാര്യങ്ങൾ എഴുതുക, അറ്റൻഡ് ചെയ്യുക. കാര്യം 4500+ അവസരങ്ങളായി തവണ ഉള്ളത്. SSCക്ക് ഇത്തവണ നല്ല അവസരങ്ങളാണ്. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു എഴുതിയാൽ നിങ്ങൾക്ക് കയ്യിൽ ജോലി ഇരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇത് അവസരങ്ങൾ എല്ലാ വർഷവും വരത്തില്ല, അതുകൊണ്ടാണ്.
അതുപോലെ തന്നെ DRDO അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുകയാണ്. DRDO എക്സാം എന്ന് പറഞ്ഞാൽ 10th ലെവൽ, +2 ലെവൽ ആൻഡ് ഡിഗ്രി ലെവലുള്ള പോസ്റ്റുകൾ ഒരുപാടുണ്ട്. ഇതിനൊക്കെ ഒറ്റ എക്സാമേ ഉള്ളൂ, ഒറ്റ 75 മിനിറ്റിന്റെ ഒരു എക്സാമാണ്. ആ എക്സാമിന് നമുക്ക് എന്താണ് മേ ബി ജാൻ ഓർ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാം വരും. ജാൻ തന്നെ പോസിബിളി വരാനൊരു ചാൻസ് ഉണ്ട് ലാസ്റ്റിലോട്ട് വരുമ്പോഴേക്കും. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, DRDOക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തു. ഇനി എങ്ങനെ പഠിക്കണം എന്ന് അറിയില്ലെങ്കിൽ ബേസ് ലെവലിലുള്ള ക്വസ്റ്റൻസ് ആണ്. 10th ലെവൽ ക്വാളിഫിക്കേഷനിലും +2 ലെവൽ ക്വാളിഫിക്കേഷനിലുള്ള ക്വസ്റ്റൻസ് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ നമ്മൾ PYQ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. നമ്മുടെ DRDO ക്ലാസ്സസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ 2450 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ ആഫ്റ്റർ ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യണമെങ്കിൽ കോഡ് അപ്ലൈ മറക്കണ്ട, Y314 Y314 എന്ന കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേർഡ്സിലോട്ട് പോകാം. ആദ്യത്തെ വേർഡ് ഇന്ററിം ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ററിം പ്രസിഡന്റ്. അഡ്ജക്റ്റീവ് ആയിട്ടും എന്നാൽ നൗൺ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡ് ആണ് ഇന്ററിം. ഇന്ററിം എന്ന് പറഞ്ഞാൽ ഇന്റർവൽ അല്ലെങ്കിൽ മീൻ ടൈം. അപ്പൊ ഇന്ററിമിന്റെ മറ്റൊരു വേർഡ് അഡ്ജക്റ്റീവ് ആയിട്ട് പറയുമ്പോൾ ടെമ്പററി നമ്മൾ പറയില്ലേ, പ്രൊവിഷണൽ ആണെന്ന് പറയില്ലേ. അപ്പൊ തൽക്കാലം, താൽക്കാലിക അല്ലേ, ഇന്ററിം പ്രസിഡന്റ് ഒക്കെ പറയില്ലേ, പ്രൊവിഷണൽ അല്ലെങ്കിൽ ടെമ്പററി. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, നൗൺ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് കേട്ടോ, ഓർത്തോളാം. Okay, inflation rate should rein in by the government. PSC with me, PSC aspirant ഇങ്ങനല്ല. Inflation rate should rein in അല്ല, inflation rate should be reined in by the government. Government rein ചെയ്യണം എന്നല്ലേ പറയണേ. അപ്പം inflation rate rein ചെയ്യപ്പെടണം എന്നാണ്. അപ്പൊ എങ്ങനെ കൊടുക്കുന്നത്? പാസീവ് വോയിസ് ആ വേണ്ടേ. അപ്പൊ should be reined in എന്ന് പറഞ്ഞു കേട്ടോ. should be reined in. ശ്രദ്ധിച്ചോണേ, inflation rate should be reined in. അത് പാസീവ് വോയിസ് ആണ്. by the government ആയതുകൊണ്ട് തന്നെ പാസിവൈസേഷൻ, ഗവൺമെന്റാൽ ഇൻഫ്ലേഷൻ റേറ്റ് റെയിൻ ചെയ്യപ്പെടണം എന്നാണ്. ഓർത്തോളം കേട്ടോ. അപ്പൊ should be reined in വരണേ. We can't rein in children from chocolates. That's great. How can we bring about a change in attitudes? That's great. That's great. Yudandesha, good morning. My friends brought about the problems which took place at street. Okay. Argentina reins in arrogance of many teams. That's great. That's great. He fails to rein in anger. That's great. Manda cyclone brings about sudden change of weather. Of course it does. അല്ലേ, ഇത് പെട്ടെന്നായിരുന്നു അല്ലേ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ, ഇവിടെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. COVID-19 reined in the business of street vendors as door delivery companies kicked in, dominated food and supply sector. Yes, kicked in. Yes, great, started. That's great. We should rein in our mind to overcome bad situations and show alacrity to achieve high day by day. To achieve എന്ത്? To achieve what? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഷോ alacrity to achieve what? അച്ചീവ് ഹൈറ്റ് ആണോ? ഹൈറ്റ്സ്, ഉയരങ്ങൾ. അതാണെങ്കിൽ ഹൈറ്റ്സ് കൊടുക്കണം കേട്ടോ. രാഹുൽ എങ്ങനെ കൊടുക്കാം? We should train in our mind to overcome bad situations and show alacrity to achieve heights day by day എന്ന് കൊടുക്കാം. Rinduman brings about a history in my life. അത് കൊള്ളാം, അതിന് ഇഷ്ടപ്പെട്ടു. CM's remarks regarding the DPR of civil line brought about a controversy. That's great. Interim allotment was published in the site. That's great. A stubborn nature will bring about many problems in her life. അവളുടെ ലൈഫിൽ ഇന്ന് വേണ്ടേ, ഒരു പ്രൊപ്പോസിഷൻ ഇട്ട് കൊടുത്തില്ലെങ്കിൽ മീനിങ് പോയി. അപ്പൊ കൊടുക്കുക, a stubborn nature will bring about many problems in her life എന്ന് കൊടുക്കണേ. Joe was replaced for his interim time as she's on maternity leave. That's great. I need an interim from this busy life. You need a interval. That's great. The climate of Bangalore brought about fever and chills. Nandisha, Bangalore പോയിട്ട് പനി പിടിച്ചോ? അത് കൊള്ളാം. I resigned in problems which brought about myself. അവിടെ പ്രശ്നമുണ്ട് അഞ്ജു, അതിന്റെ മീനിങ് ക്ലിയർ ആയില്ല. I resigned in problems which were brought about by myself എന്ന് കൊടുക്കണം. which was brought about by myself. ഞാൻ കോസ് ചെയ്ത പ്രോബ്ലംസ് അല്ല, ഞാൻ കോസ് ചെയ്യപ്പെട്ട പ്രോബ്ലംസ്. അപ്പൊ which were brought about, അവ ബ്രോട്ട് ചെയ്യപ്പെട്ട, അവ കോസ് ചെയ്തത് ഞാൻ തന്നെയാണ്, ഞാൻ കാരണമാണ്. by myself എന്നും കൊടുക്കണം കേട്ടോ അഞ്ചു. അപ്പൊ അത് കറക്റ്റ് ആവുള്ളൂ. I need such kind of interim immediately. Okay, that's great. All right, moving on. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. Interminable. ടെർമിനബിൾ ആണെങ്കിൽ നമുക്കത് എൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ടെർമിനബിൾ അല്ലെങ്കിലോ, ടെർമിനേറ്റ് എന്ന വാക്കില്ലേ, ടെർമിനേറ്റ് എന്ന വാക്കില്ലേ, ആ വേർബിൽ നിന്നാണ് ടെർമിനബിൾ എന്നുള്ള വാക്ക് വരുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഏത് വേർബിൽ നിന്ന് വരുന്നു വെച്ചാൽ ആക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ഇൻആക്റ്റീവ് അല്ലേ. അപ്പം നമ്മൾ ടെർമിനബിൾ എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇൻടെർമിനബിൾ എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ദാറ്റ് മീൻസ് അൺഎൻഡിങ്, എൻഡ്ലെസ്, സീസ്ലെസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമല്ലേ. അപ്പം ഈ വാക്കിന് നമ്മൾ
ഈ terminable എന്ന വാക്ക് terminate ചെയ്യുക, end ചെയ്യുക, അല്ലെ ഫിനിഷ് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ള അർത്ഥമില്ലേ? terminate എന്ന വെർബുമായിട്ട് ബന്ധമുണ്ട്. ആ വെർബിൽ നിന്നാണ് ഈ terminable എന്ന adjectiveലോട്ട് വരുന്നത് കേട്ടോ. terminable, terminate, terminable എന്നുള്ളത്. interminable എന്നുള്ള സാധനം adjective ആണ്. interminable means endless, unending, ceaseless. ഓർത്തോളൂ. അടുത്ത streak. streak എന്ന വാക്ക് നിങ്ങൾ കേട്ട് പരിചയമുണ്ടായിരിക്കും. noun ആയിട്ടും verb ആയിട്ടും. streak എന്ന് പറഞ്ഞാൽ ഒരു ബാൻഡ്, ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു എലമെന്റ്, അതിനെയാണ് streak എന്ന് പറയാം. അപ്പോൾ streak ചെയ്യുക എന്ന് പറഞ്ഞാലോ മാർക്ക് ചെയ്യുക, ലൈൻ ഇടുക എന്നൊക്കെ പറയില്ല, അതുപോലെ വരയ്ക്കുക, അത് പറയില്ല, അതാണ് പറയുന്നത്. മാർക്ക് ചെയ്യുക, സ്ട്രൈപ്പ് ചെയ്യുക, ഓർ റേസ് ചെയ്യുക, റഷ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ സ്പീഡിലൊരു കാര്യം റേസ് ചെയ്യുക പറയില്ലേ, അത് പറയാം. ഓർ റഷ് ചെയ്യുക, അതൊക്കെ സ്ട്രീക്ക് ആണ് കേട്ടോ. അപ്പൊ സ്ട്രീക്ക് എന്ന നൗൺ ആയിട്ട് പോകുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രീക്ക് എന്ന നൗൺ ആണ് കേട്ടോ. ലൈൻ, ബാൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് സ്ട്രീക്ക് എന്ന് പറയുന്നത്. ബട്ട് verb ആയിട്ടും ഇതിനെ ഉപയോഗിക്കും. ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വേറെ യൂസേജ് വന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് സ്ട്രീക്ക് എന്നുള്ളത്. അതുകൊണ്ടാണ്. അടുത്ത റൺ അവേ. നിങ്ങൾക്ക് അറിയാം റൺ അവേ രണ്ട് ഗ്യാപ്പ് ഇട്ട് എഴുതിയാൽ you can get it as a phrasal verb. ഗ്യാപ്പ് ഇട്ട് റൺ അവേ, എസ്കേപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. റൺ ഓഫ്, റൺ അവേ ഒരേ മീനിങ് ആണ്. ഫ്രേസൽ verb ആ റൺ അവേ എന്ന് പറയുന്നത്. പക്ഷെ ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് എ നൗൺ. ഓർത്തോണേ, ഒറ്റ വാക്കായിട്ട് ഉപയോഗിച്ചാൽ ഇറ്റ്സ് എ നൗൺ. ഓർത്തോളാ. ഓക്കെ, റൺ അവേ ഗ്യാപ്പ് ഇട്ട് എഴുതിയാൽ ഫ്രേസൽ verb ആയി. എസ്കേപ്പ് ചെയ്യുക, ലീവ് ചെയ്യുക എന്നൊക്കെ പറയും. എന്നാൽ റൺ അവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഒറ്റ വേർഡ്, വൺ വേർഡ് ആണത്. അതിന്റെ പേര് ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് കൺട്രോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനം. ലൂസ്, ലൂസ് ആണ്, ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, ഓർ ഫ്യൂജിറ്റീവ് ആണ്. രക്ഷോട്ട് പോയ ആള് റൺ അവേ, ഹീസ് റൺ അവേ എന്ന് വെച്ചാൽ അവനൊരു ഫ്യൂജിറ്റീവ്, അവന്റെ ഒളിച്ചോട്ട് പോകുന്ന കണ്ട എസ്കേപ്പി ആണ് എന്നൊക്കെ പറയും അല്ലെ. റൺ അവേ ആണെന്ന് പറയുന്നിട്ടില്ല, ഹീസ് റൺ അവേ. ഇംഗ്ലീഷ് മൂവീസിലൊക്കെ റൺ അവേ എന്നുള്ള വാക്ക് എപ്പോഴും കേൾക്കാം. വളരെ കോമൺ ആയിട്ടുള്ള ഒരു നേറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഈ റൺ അവേ എന്ന് പറയുന്നത്. നമ്മൾ ഈ റൺ അവേ ഇൻഫ്ലേഷൻ ഒക്കെ പറയും. അത് റൺ അവേ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ആണ്, പറ്റില്ല, നമ്മളെ കൊണ്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആയ ഇൻഫ്ലേഷൻ എന്ന് പറയും. റൺ അവേ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയാം. ദാറ്റ്സ് ഇറ്റ്. ഫിനാൻസിൽ എപ്പോഴും പറയാറുള്ള ഒരു ആർട്ടിക്കിൾ ഈ വേർഡ് ആണ് ഈ റൺ അവേ എന്ന് പറയുന്നത്. റൺ അവേ ഇൻഫ്ലേഷൻ ഒക്കെ. അടുത്ത റെലന്റ്ലെസ് ഒക്കെ കിട്ടില്ലേ, റെലന്റ്ലെസ് സപ്പോർട്ട് എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ, റെലന്റ്ലെസ്. അപ്പൊ റെലന്റ് എന്ന് പറഞ്ഞ വേർബ് ഉണ്ട് കേട്ടോ. എന്താ റെലന്റ് എന്ന വേർബിന്റെ അർത്ഥം? അബാൻഡൻ ചെയ്യുക, ഓർ ബാക്ക് ഡൗൺ ചെയ്യുക. സെയിം സാധനം. അബാൻഡൻ ചെയ്യുക, വിഡ്രോ ചെയ്യുക, സെയിം സാധനം. ഓർ വേറൊരു അർത്ഥം കൊണ്ട് കുറയ്ക്കുക, ഒരു കാര്യത്തിൽ മിറ്റിഗേറ്റ് ചെയ്യുക, സ്ലാക്കൻ ചെയ്യുക അല്ലെ. ഒരു കാര്യം ലെസൺ ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക, സ്ലാക്കൻ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ റെലന്റിന് രണ്ടർത്ഥമാണ്. ഒന്ന് അബാൻഡൻ ചെയ്യുക, ഓർ ബാക്ക് ഡൗൺ ചെയ്യുക, വിഡ്രോ ചെയ്യുക. അതേപോലെ റെലന്റിന് വേറെ അർത്ഥമാണ് മിറ്റിഗേറ്റ്, കുറയ്ക്കുക അല്ലെ, അല്ലെങ്കിൽ സ്ലാക്കൻ ചെയ്യുക, ലൂസൺ ചെയ്യുക, കുറയ്ക്കുക പറയില്ലേ, അതിനാണ് നമ്മൾ റെലന്റ് എന്ന വാക്ക്. ഓർത്തോണെ വെർബും ഉണ്ട് റെലന്റ് എന്ന വാക്കിന് കേട്ടോ, ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, everyone needs an interim to take care of oneself. അവിടെ oneself പറ്റില്ല. അതെന്താണെന്ന് അറിയാം ഐശ്വര്യ, അത് ഗ്രാമാറ്റിക്കലി തെറ്റാ. എവ്രി വൺ എന്ന് പറയുന്നത് കോമൺ എക്സ്പ്രഷൻ ആണ്. വണ്ണിന്റെ കൂടെ മാത്രം വൺസെൽഫ്. വൺ നീഡ്സ്, ഇങ്ങനെ ഐശ്വര്യ ശ്രദ്ധിച്ചോണേ, one needs an interim to take care of oneself ഒക്കെയാണ്. പക്ഷെ വൺ അല്ല, എവ്രി വൺ, നോ വൺ, സം വൺ, എനി വൺ എന്നൊക്കെയാണെങ്കിൽ വരുന്നെങ്കിൽ എപ്പോഴും കോമൺ ആയതുകൊണ്ട് അത് നമ്മൾ മസ്കുലിൻ പ്രൊപ്പോസിഷനെ ഉപയോഗിക്കാം. മസ്കുലിൻ പ്രൊനൗണിന്റെ പ്രൊപ്പോസിഷനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ എന്നെ കൊടുക്കണം, എവ്രി വൺ നീഡ്സ് an interim to take care of himself എന്ന് വരണം, ഇല്ലെങ്കിൽ തെറ്റും. ഓക്കെ, അപ്പൊ ഓർത്തോണേ, വലിയൊരു തെറ്റ് തന്നെയാണ്, എക്സാമിന് വരാറുള്ളതാണ്. എവ്രി വൺ നീഡ്സ് an interim to be അല്ല, to take care of himself എന്ന് കൊടുക്കാം. Okay, Shiny, good morning. Nihar Malavia is elected as the interim CEO of Penguin Random House with effect from January 2023. All right. Interminable chaos resulted in the disgruntlement of the beneficiaries. Great. KSRTC employees received an interim payment of 10,000 rupees. Great. I think they are on interim because they are drinking tea and talking each other in a funny way. They are drinking tea and talking to each other. Talking each other alla, talking to each other. Anyway, talk and the verb in shesham to and the preposition varu to talk to somebody, alle, talking to each other. So the jone, knowledge is interminable, it's endless. Yes, it is. Nowadays there is interminable opportunities. Sumi, there is opportunities alle subject appo plural alle vende ennu kodukkanam. Nowadays there are interminable opportunities in central government. Keto, nowadays there are interminable opportunities. Subject അനുസരിച്ച് verb കൊടുക്കണേ. സുമി ശ്രദ്ധിക്കണേ. He is a sack of interminable love. Okay, that's great. Don't run away from the challenges. That's great. Don't escape from. He has an interminable love towards her. That's great. It will be interminable if the game started. Okay, if the game started, that it will be interminable if the game starts. അല്ലേ, എടാ ഇറ്റ് വിൽ ബി ഇത് വല്ല കൊടുത്തേക്കുന്നത്. അപ്പം
സെന്റൻസിൽ ഇഫ് എന്ന കണ്ടീഷൻ ക്ലോസ് വരുമ്പോൾ പ്രസന്റ് ടെൻസും ഇഫിന്റെ കൂടെ പ്രസന്റ് ടെൻസ് വന്നാലാണ് വില്ല് വരുന്നത്, വിൽ ഓർ ഷാൽ വരുന്നത്. ഫസ്റ്റ് കണ്ടീഷണൽ, നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിലാണെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ ഗെയിം സ്റ്റാർട്ടഡ് വരാൻ പറ്റില്ല. അപ്പൊ എന്ത് കൊടുക്കണം? ശരിക്കും പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി നമ്മൾ ഒരു സെന്റൻസ് എറർ വരുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ ക്ലോസിൽ അനുസരിച്ച് മാറ്റണം. അപ്പം ഇറ്റ് വിൽ ബി ഇന്റർമിനബിൾ ആകുമ്പോൾ ഇഫ് എഴുതിയിട്ട് എന്ത് കൊടുക്കണം? ഇഫ് ദ ഗെയിം സ്റ്റാർട്ട്സ് എന്ന് കൊടുക്കാം കേട്ടോ. എവറിബഡി മസ്റ്റ് ഷോ, ശരത്തിനോടാണ്, എവറിബഡി മസ്റ്റ് ഷോ ആൻ ഇന്റർമിനബിൾ ഡെഡിക്കേഷൻ ടിൽ ദേ ഗെറ്റ് ദ ജോബ്. Great, that's great. My mother has interminable love towards me. Great, great work. Yes, interminable hope and continuous practice lead you to success. That's great. Okay, this problem was run away from me. This problem was run away from me. This problem was run away from me എന്ന് പറയില്ല. അതിന് പകരം എന്ത് കൊടുക്കാം? This problem was out of control. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? This problem was run away for me എന്ന് കൊടുത്തു. For me, from me പറയില്ല. That's wrong കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, റൺ അവേ എന്ന് പറയുന്ന എസ്കേപ്പ് ചെയ്ത് പോയതാണ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫ്രേസൽ വെർബ് ആയിട്ട് കൊടുക്കണം. അവിടെ വോസ് അവിടെ അപ്പോൾ വരില്ല, ഫ്രേസൽ വെർബ് ആണ്, അവിടെ വോസ് വരില്ല കേട്ടോ. When the court granted interim bail for the culprits, it paved the way for the interminable setbacks. Great. We only get interminable love from our parents, though we hurt them lots. That's great. You can't just run away from your responsibilities. That's great. The interminable efforts of China to break into Indian borders should be relented. Great. Never streak into the exam hall. Be on time. That's great. He forgot many things in a streak to office. That's great. Rush. Okay. My Kashmir trip is well experienced, but the ride back to house seemed interminable. That's great. My Kashmir trip is a well experience. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് കൊടുക്കണേ, അപ്പോഴത് കറക്റ്റ് ആവുള്ളൂ. The modern medicine has been relenting the asthma recent years. That's great. Dulkar's Kurup film is a story about a runaway. Yes. Dulkar D capital letter കൊടുക്കുക, പേര് കൊടുക്കും, ഇപ്പോഴും capital letter കൊടുക്കണം, നമ്മൾ ശ്രദ്ധിക്കണേ. She pleaded him not to relent her. That's great. You should relent the phone usage. That's great. Unfortunately, the hazards in the grounds of the land pollution is interminable along with its prolonged degradation. Great. ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് അർത്ഥം വരുന്ന രീതിയിൽ റൺ അവേ വെച്ച് എങ്ങനെ സെൻസ് ഉണ്ട്? ഔട്ട് ഓഫ് കൺട്രോൾ. അതാ പറഞ്ഞേ, എടാ ഔട്ട് ഓഫ് കൺട്രോൾ ഇപ്പോൾ അല്ലേ എന്താ പറയാ, ദ ഇൻഫ്ലേഷൻ ഈസ് എ റൺ അവേ എന്ന് പറഞ്ഞാൽ, ഇൻഫ്ലേഷൻ ഈസ് എ റൺ അവേ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയില്ലേ, അത് ഇൻഫ്ലേഷൻ ഈസ് റൺ അവേ. അതുപോലെ നമുക്ക് എന്താ പറയാ, ദ പാൻഡമിക് ഈസ് റൺ അവേ എന്നൊക്കെ നമ്മളൊരു അർത്ഥത്തിൽ പറയും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ നമ്മൾ അപ്രോപ്രിയേറ്റ് യൂസേജ് ഓഫ് വേർഡ്സ് പറയില്ലേ, അവിടെയാണ് പ്രശ്നം. അപ്രോപ്രിയേറ്റ് യൂസേജ് ഓഫ് വേർഡ്സിൽ റണ്ണവേ എടുത്ത് കൊടുക്കാൻ പറ്റില്ല, അവിടെ ഔട്ട് ഓഫ് കൺട്രോൾ തന്നെ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ റണ്ണവേ ആകെപ്പാടെ ഫിനാൻസ് കാര്യത്തിൽ മാത്രം ഉപയോഗിക്കാറുള്ളൂ. അല്ലെങ്കിൽ റണ്ണവേ ഓടിപ്പോയ ആൾ എന്നുള്ള അർത്ഥത്തിലേ പറയുള്ളൂ. അതാണ് റണ്ണവേ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് കൺട്രോൾ എന്നുള്ളതാണ് അർത്ഥം. ആ അർത്ഥം വരുന്നത് ഈ പറഞ്ഞ ഫിനാൻസ് മേഖലയിൽ മാത്രമാണ്. ഓക്കെ, നമ്മൾ പാൻഡമിക് ഒക്കെ പറയാം ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്നൊക്കെ പറയാം, പക്ഷെ പ്രോബ്ലം ഇസ് ഇൻഅപ്രോപ്രിയേറ്റ് യൂസേജ് ആയി പോകും കേട്ടോ. ദ ക്രൊയേഷ്യൻ ഫുട്ബോൾ ടീം മെമ്പേഴ്സ് റണ്ണവേ വാസ് അവിടെ റണ്ണവേ എങ്ങനെ വരും? അവിടെ റണ്ണവേ വരില്ലല്ലോ. വാസ് റിസൾട്ട് ഓഫ് ദ ട്രിവിയൽ മിസ്റ്റേക്സ് ഓൺ പ്രെജുഡിസിംഗ് ടീം അർജന്റീന. ഓടിപ്പോയെന്നാണോ? എസ്കേപ്പ് എന്നുള്ള അർത്ഥത്തിലാണോ? എസ്കേപ്പിക്കാണ് റണ്ണവേ എന്ന് പറയാം, എസ്കേപ്പ് ചെയ്യപ്പെട്ട ആൾ. അപ്പൊ എന്തായാലും ടീമിനെ എസ്കേപ്പ് ചെയ്യപ്പെട്ട ആൾ എന്നല്ലല്ലോ പറയുന്നത്. അപ്പൊ അവിടെ റണ്ണവേ എന്ന യൂസേജ് കറക്റ്റ് അല്ലല്ലോ ഷമാസേ. She relented her ambition after marriage. All right. If you are not planned your life in a proper way, it will run away like anything. Sanile, if you are not planned, if you do not plan, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, if your life is not planned എന്ന് കൊടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് പാസിവൈസേഷൻ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, if your life is not planned in a proper way എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പാസീവ് അല്ല, യൂസേജ് ആണ്, ആക്റ്റീവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ if you do not plan your life in a proper way, if you do not plan your life in a proper way എന്ന് കൊടുക്കണം കേട്ടോ. സനിൽ, കുറെ ആയല്ലോ കണ്ടിട്ട്, എന്തുണ്ട് വിശേഷങ്ങൾ? The situation is going to be in runaway. What kind of person you are to tackle this law and order situation as IPS officer? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തേ. വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ എന്ന് ചോദ്യമല്ലേ, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. The short film was streaked by the marvelous acting of the heroine. Great. Argentina's runaway streak to, അവിടെ ഞാൻ ചോദിക്കട്ടെ, അർജന്റീനയുടെ റണ്ണവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ മീനിങ് മാറിപ്പോയല്ലോ. അവിടെ സ്ട്രീക്ക് ടു റിലന്റ് ക്രൊയേഷ്യൻ ടസൽ ഇൻ വേൾഡ് കപ്പ്, അവിടെ റണ്ണവേ എന്താ?
lose, fugitive, escape, runaway would useful alla to udasa would ubhayikkaruthu adu we cannot afford adha ഞാൻ നേരത്തെ പറഞ്ഞു ഷമാസിനോടും we cannot afford an interminable life with a meager salary. That's great. What did you relent your dream? Why did you relent your dreams? That's great. Anju, good morning. Ishan Kishan turned out to be a versatile streak emerging as India's fastest double centurion. Great. Engaged in hobbies, engaged at hobbies, engaged in hobbies in is a runaway from boring life, കൊടുക്കുക ട്ടോ. Engaged in hobbies is a runaway from boring life എന്ന് കൊടുക്കുക. ഓക്കെ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇസ് ആ റണ്ണവേ എന്ന് ഈസ് റണ്ണിങ് അവേ എന്ന് പറഞ്ഞു. അവിടെ അത് നമുക്ക് റണ്ണവേ എന്ന നൗണിന്റെ അർത്ഥം രക്ഷപ്പെട്ടു പോയ ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ആ രക്ഷപ്പെട്ടു പോയ ആളെന്ന് ഐശ്വര്യ അതിന്റെ മീനിങ് വരാൻ പാടില്ല. ഒരു എസ്കേപ്പ് ആണ് എന്നല്ല ഐശ്വര്യ ഉദ്ദേശിച്ചത്. ഐശ്വര്യ സെന്റൻസിന്റെ മീനിങ് ഇതാണ്, ഒരു രക്ഷപ്പെടലാണ് എന്നല്ലേ. അപ്പൊ ഇങ്ങനെ കൊടുക്കണം, എൻഗേജിങ് ഇൻ ഹോബീസ് ഇസ് എ റണ്ണിങ് ഗ്യാപ്പ് അവേ ഫ്രം ബോറിംഗ് ലൈഫ് എന്ന് കൊടുക്കണം. അപ്പോഴാണ് അത് കറക്റ്റ്. അത് ആ ഫ്രേസൽ വെർബ് ആയിട്ട് കൊടുത്താൽ അത് കറക്റ്റാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഫ്രേസൽ വെർബ് ആയിട്ട് അതിന് ഉപയോഗിച്ചാൽ ഓക്കെ ആണ്. അതിന് ജെറണ്ട് ഫോർമുലേഷൻ ഇട്ട് കൊടുത്ത സംഭവം സെറ്റായി. ഓക്കെ, he chases his interminable dreams. That's great. Without nose rope, cow becomes a runaway. Okay, all right. The government couldn't take any steps towards the runaway prices of goods. That's great. Don't be a runaway from your responsibilities. That's great. Okay. Sugana lesson. That's great. Good to know. The endless support from parents lead him. Okay. The endless support from parents lead him. That's great. Leads ആണ്, സപ്പോർട്ട് ആണ് അടുത്ത സബ്ജക്ട്. പേരൻസ് അല്ലല്ലോ സബ്ജക്ട് സൺലേ, സപ്പോർട്ട് ആണ് അടുത്ത സബ്ജക്ട്. അപ്പൊ എന്ത് കൊടുക്കണം? The endless support from his parents leads him എന്ന് കൊടുക്കുക. It took time for me everything from runaway to balance immediately after my marriage. ഓക്കെ, അവിടെ റണ്ണവേ എസ്കേപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് അശ്വതി. വീണ്ടും അവിടെ തെറ്റിയില്ലേ? It took time for me everything. It took time for me everything എന്ന് പറയില്ല. It took time from everything എന്ന് കൊടുത്താൽ ഓക്കെ ആവും. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഫ്രം റണ്ണവേ അവിടെ മീനിങ് കറക്റ്റ് അല്ല. കെ പി കുട്ടൻ, സുഖമാണ്, നിനക്ക് സുഖമല്ലേ? ഇന്നലെ രാത്രി നമ്മൾ കണ്ടോളൂ, പിന്നെന്താണാടാ സുഖമായിട്ടിരിക്കുന്നത്. സംടൈംസ് റാങ്കർ ഇസ് റണ്ണവേ. ദാറ്റ്സ് ഗ്രേറ്റ്. Out of control, ആ അർത്ഥത്തിൽ കറക്റ്റ് ആണ്. The endless support of his parent leads him to achieve great heights in his education. That's great. One should never relent one's quest for the pursuit of passion. That's great, people. That's great. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തംസപ്പെട്ട പിള്ളേരെ ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് എന്തെടുക്കുവാണ്? ഒരു സ്നേഹമൊന്നും ഇല്ലേ? പകുതി പേര് പോലും ലൈക്ക് ഇട്ടിട്ടില്ല. That's not good. Show me some love and support. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട പിള്ളേരെ. നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് സെറ്റ് ആണ് ട്രജക്ടറി. നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാണ് ട്രജക്ടറി. പാത്ത്, വേ, റൂട്ട് അല്ലെങ്കിൽ കോഴ്സ് ഓർ ട്രാക്ക് അല്ലെ. ഈ ഒരു ട്രജക്ടറി അല്ലെ, യുവർ ട്രജക്ടറി ഇസ് റൈറ്റ്, യു ആർ ഇൻ ദ റൈറ്റ് ട്രജക്ടറി. നീ ഇപ്പൊ കറക്റ്റ് ട്രജക്ടറിയില്ല, ഓൺ ട്രാക്കാ പോണേ. സംഭവം സെറ്റാ, പ്രോബ്ലം ഒക്കെ ഒന്നുമില്ല, സംഭവം സ്ട്രെയിറ്റ് ആയിട്ടാ പോണേ, സ്ട്രെയിറ്റ് കാര്യങ്ങളിലാണ് പോകുന്നത്. ദാറ്റ് ഇസ് ട്രജക്ടറി. പാത്ത്, റൂട്ട്, വേ, കോഴ്സ് അല്ലെങ്കിൽ ട്രാക്ക്, അതിനെയാണ് ട്രജക്ടറി എന്ന് പറയാം. അടുത്തത് പ്ലമറ്റ്. എന്താ പ്ലമറ്റ് ചെയ്യാം? നമ്മളൊരു കാര്യം ഹൈക്ക് ചെയ്യേണ്ട നേരെ ഓപ്പോസിറ്റ് ആണ് പ്ലമറ്റ്. അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് റൈസ് ഓഫ് പ്രൈസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹൈക്ക് ഓഫ് പ്രൈസ് ആണെങ്കിൽ, പ്ലമറ്റിംഗ് ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കണം പ്ലഞ്ചിങ് ആണ്. ഡീപ്പ് ഒരു കുത്തനെയുള്ള ഇതില്ലേ, ഡൈവ്, നോസ് ഡൈവ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രാഷ് എന്ന് പറയും, ഡ്രോപ്പ് എന്ന് പറയും, ഫോൾ എന്ന് പറയും, ഓർ പ്ലഞ്ച്. അതാണ് പ്ലമറ്റ് എന്ന് പറയും. ഓർത്തോടെ പ്ലമറ്റ് ചോദിച്ചിട്ടുണ്ടോ ഇതാണ് എക്സാമിന്. ഓക്കെ, പ്ലമറ്റ് എന്ന് പറഞ്ഞാൽ പ്ലമറ്റ് ജെറണ്ട് ആയിട്ട് ഉപയോഗിക്കാം പ്ലമറ്റിംഗ്, അല്ലെങ്കിൽ പ്ലമറ്റിംഗ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, പാർട്ടിസിപ്പൽ ഫോർമുലേഷൻ ഉപയോഗിക്കാം. പ്ലമറ്റ് എന്ന വേർബ് ഉണ്ട്, ദാറ്റ് മീൻസ് പ്ലഞ്ച്, അല്ലെങ്കിൽ ഒരു ഫോൾ, കുത്തനെയുള്ള ഫോൾ ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രോപ്പ് അല്ലെങ്കിൽ ക്രാഷ് ഓർ നോസ് ഡൈവ്, അതിനെയാണ് പ്ലമറ്റ് എന്ന് പറയാം. ഓർത്തോണം. അടുത്ത ബിനൈൻ, കേട്ട് പരിചയം ഉണ്ടായിരിക്കുമല്ലോ. ബിനൈൻ എന്ന് പറയുന്നത് രണ്ട് മീനിങ് ഉണ്ട്. ബിനൈന് അഡ്ജക്റ്റീവ് ആണ്. ഈ ബിനൈൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിന് ഒന്നുണ്ട്, നമ്മൾ ഈ ട്യൂമറിനൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസർ ഒക്കെ പറയുമ്പോൾ ബിനൈൻ ട്യൂമർ ആണെന്നൊക്കെ പറയും. എന്നുവെച്ചാൽ മലിഗ്നന്റ് ആണെങ്കിൽ കൂടിയത് ഹാർംഫുൾ ആണ്, പക്ഷെ ബിനൈൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ഹാംലെസ് ആണ് എന്ന് പറയും. ആ ഒരു അർത്ഥം മെഡിക്കൽ ടെർമിനോളജിയിൽ ബിനൈൻ എന്ന വാക്കിനർത്ഥം ഹാംലെസ് എന്നാണ്. പക്ഷെ മെഡിക്കൽ ടെർമിനോളജി അല്ലാതെ നിങ്ങൾ ബിനൈൻ ആണെന്ന്, ബിനൈൻ നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ, ഒരാളുടെ ബിനൈൻ നേച്ചർ ഒക്കെ പറഞ്ഞാൽ വളരെ ജെന്റിൽ ആയിട്ടുള്ള, വളരെ കൈൻഡ് ആയിട്ടുള്ള, ഫ്രണ്ട്ലി, വാം എന്നൊക്കെയാണ്. ഒരു പോസിറ്റീവ് വേർഡാണ് ബിനൈൻ കേട്ടോ, ഒരു പോസിറ്റീവ് വേർഡാണ് ബിനൈൻ. മെഡിക്കൽ ടേമിനാണെങ്കിലും അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ പോലും പോസിറ്റീവ് ടേം ആണ്. ജെന്റിൽ, കൈൻഡ്, ഫ്രണ്ട്ലി, വാം എന്നൊക്കെയാണ് അർത്ഥം.
അപ്പോൾ മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുമ്പോൾ ഹാംലെസ് എന്നർത്ഥമാണ്, ഉപദ്രവകാരി അല്ലാത്ത, ബിനൈൻ, ദാറ്റ് ഈസ് ബിനൈൻ ട്യൂമർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഓർത്ത് വെച്ചോണം. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തോണം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യാ Yes, we had a interim, alle Lakshmi, we had an interim, alle. We had an interim Sanskrit teacher during our school days. She grabbed children's heart within a short period of time. We had an, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. Interim E sound അല്ലേ, E sound vowel sound ആണ് ലക്ഷ്മി, അപ്പൊ an കൊടുക്കണം കേട്ടോ, ശ്രദ്ധിക്കേ. After burning the brand from marrying a wrong person and it caused him to run away from her. അവിടെ run away എന്ന് കൊടുക്കണം. ഞാൻ പറയാം, അത് phrasal verb ആണ്. അപ്പൊ ഷമാസെ ഗ്യാപ്പ് ഇട്ടേടാ. After burning the brand from marrying a wrong person കഴിഞ്ഞിട്ട് ആൻഡ് അവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്നറിയോ, അവിടെ ഒരു പ്രശ്നം ആൻഡ് കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആഫ്റ്റർ, അതിനുശേഷം എന്ത് പറ്റി, അതിനുശേഷം എന്ത് സംഭവിച്ചു, അതൊരു ക്ലോസാ, ആ ശേഷം സംഭവിച്ച കാര്യം കൊടുക്കുക. സബോർഡിനേറ്റ് ക്ലോസിനെ മെയിൻ ക്ലോസ് വെച്ചിട്ട് അതിനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. നീ മെയിൻ ക്ലോസ് കൊടുക്കാതെ ആൻഡ് കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ കൊടുക്കുക. ആഫ്റ്റർ ബേണിംഗ് ദ ബ്രാൻഡ് ഫ്രം മാരിങ് എ റോങ് പേഴ്സൺ, the situation caused him to run away from her. The situation caused him to run away from her എന്ന് കൊടുത്തു. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, റൺ അവയുടെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. റൺ അവേ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ വാക്കായിട്ട് നൗൺ ആയിട്ട് ഫ്യൂജിറ്റീവ് എന്ന അർത്ഥത്തിലാണ് റൺ അവേ പറയുന്നത്, എസ്കേപ്പ് എന്ന അർത്ഥത്തിലാണ് റൺ അവേ പറയുന്നതെങ്കിൽ യു ക്യാൻ ഗിവ് ഇറ്റ് ആസ് റൺ അവേ, ഒറ്റ നൗണ്. ബട്ട് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് എ ഫ്രേസൽ വേർബ്. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, റൺ അവേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് റൺ അവേ വരിക അല്ലേ, to run away from a person. ഈ run away എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്രേസൽ വേർബ്. ഇതിന്റെ അർത്ഥം എസ്കേപ്പ്, രക്ഷപ്പെടുക, ഫ്ലീ ഫ്രം സംവെയർ, ഒരിടത്തുനിന്ന് അല്ലെ ഓടുക, ഓട്ടി രക്ഷപ്പെടുക, ദാറ്റ് ഇസ് റൺ അവേ. അത് ഫ്രേസൽ വേർബ് ആണ്, ഓർത്തോളാം. ഗ്യാപ്പ് ഇടണം, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ റണ്ണിങ് അവേ, റൺസ് അവേ, റാൻ അവേ എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഓർത്തോളാം. ഇറ്റ് ഈസ് ഗുഡ് ടു ബി നോ അല്ല, ഇറ്റ്സ് ഗുഡ് ടു ബി നോ അല്ല, ഇറ്റ്സ് ഗുഡ് ടു ബി നോൺ വേണം. ബി കഴിഞ്ഞിട്ട് V3 വേണ്ടടാ ശരത്തെ. ഇറ്റ്സ് ഗുഡ് ടു ബി നോൺ ദാറ്റ് ഹി സ്ട്രീക്സ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു നോ ദാറ്റ് അല്ലേ, ഗുഡ് ടു, ആ ബി അവിടെ കട്ട് ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു നോ ദാറ്റ് ഹി സ്ട്രീക്സ് ദി എമർജൻസി കേസസ്. The sub-inspector got an interim suspension following the runaway from the culprit. ആ runaway എന്താ? Following the runaway, out of control എന്നോ അല്ലെങ്കിൽ escape എന്നല്ലേ, following the running away. ഇങ്ങനെ കൊടുക്കണം, following the running away from the culprit എന്ന് കൊടുക്കണം കേട്ടോ. ഉമ ശ്രദ്ധിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു മീനിങ് എസ്കേപ്പ് എന്നൊരു അർത്ഥത്തിലാണെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു ഗിവ് ഇറ്റ് ഇൻ എന്താണ് ഫ്രേസൽ വേർബ് എന്ന രീതിയിൽ തന്നെ കൊടുക്കാം. ആ രീതിയിൽ കൊടുത്താൽ കറക്റ്റ് ആവില്ല. He's on the right trajectory. That's great. There is a plummet in the price during festival season. That's great. The pressure on us to finish this work is not relent. Is അവിടെ വെർബ് എവിടെ പോയി ഹവ മോളെ? The pressure on us to finish this work is not relent. You are okay, അതൊരു പ്രശ്നം കൂടെ ഉണ്ടേ. Work does not relent, is not വേണ്ട, does not relent. അവിടെ does ഇട്ട് കൊടുത്താൽ മതി, അപ്പൊ കറക്റ്റ്. The pressure on us to finish this work does not relent അങ്ങനെ കൊടുക്കാം. You're now in the right trajectory. That's great. He lost the job because his trajectory was not good. That's great. The senior engineer instructed the technicians to determine the initial setting time of cement by incorporating a plunge test. Okay. The calls for boycott of Bollywood led to its plummet. Okay. That's great. ഒരു പ്രോബ്ലം ഉണ്ട്, പ്ലമറ്റിന് വേർബ് ഫോർമുലേഷൻ, പ്ലമറ്റിംഗ് എന്ന് കൊടുക്കടാ, വേർബ് ഫോർമുലേഷൻ ഇല്ല. വേർബ് മാത്രമായിട്ട് പ്ലമറ്റ് പറഞ്ഞു, പ്ലമറ്റ് നൗൺ എന്ന് യൂസേജിൽ പ്ലമറ്റ് നൗണും പറയും, അപ്പൊ അതിൽ കുഴപ്പമില്ല, പ്ലമറ്റ് പറഞ്ഞു കുഴപ്പമില്ല, ദാറ്റ്സ് റൈറ്റ്. പ്ലമറ്റും പ്ലഞ്ചും പറയും, നൗണായിട്ടും വേർബായിട്ടും പറയും, സോ ഇറ്റ്സ് ഇല്ല, പ്രോബ്ലം ഇല്ല. ഐ റിയലൈസ് ദ ട്രജക്ടറി ടുവേർഡ്സ് യു മേക്ക് മീ മോർ കംഫർട്ടബിൾ. ദാറ്റ്സ് ഗ്രേറ്റ്. ദ എക്കണോമി ഓഫ് ദ വേൾഡ് ഹാസ് പ്ലമറ്റഡ് ഡ്യൂറിംഗ് കോവിഡ് പാൻഡമിക് പീരിയഡ്. ഗ്രേറ്റ്. ഗോൾഡ് റേറ്റ് ഇസ് not plummeted for 2 years. കേട്ടോ, 2 വർഷമായിട്ട് കുറഞ്ഞിട്ടില്ല എന്നല്ലേ, നോട്ട് ഡ്രോപ്ഡ്, അപ്പൊ ഈസ് നോട്ട് ഡ്രോപ്ഡ്, അപ്പൊ കൊടുക്കാം ദ ഇങ്ങനെ കൊടുക്കണേ. ഐശ്വര്യ എങ്ങനെ കൊടുക്കണം? The gold rate, ഐശ്വര്യ അല്ലല്ലോ, ഐശ്വര്യ തന്നെ. The gold rate is not plummeted for 2 years എന്ന് കൊടുക്കാം. ഓക്കെ, 2 വർഷമായിട്ട് എന്നുള്ളത് വരുമ്പോൾ അത് ടെൻസ് മാറ്റണേ, അപ്പൊ ഈസ് നോട്ട് കൊടുക്കാം, അല്ല ഹാസ് നോട്ട് പ്ലമറ്റഡ് കൊടുക്കാം. The gold rate has not plummeted കൊടുക്കണേ. കാര്യം വേറൊന്നും കൊണ്ടല്ല, വേർബ് ഇതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ടൈം ഫ്രെയിം കണ്ടോ, 4 to 2 years, 2 വർഷമായിട്ട്, അത് ഒരു പീരീഡ് അല്ലേ തന്നേക്കുന്നത്, അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുക്കുക, ഹാസ് നോട്ട് പ്ലമറ്റഡ്. There is no substitute for hard working and believe in yourself and keep your own beliefs. The mentor he who takes into the right trajectory. ഒരു പ്രശ്നമുണ്ടേ, നീ ഇവിടെ കൊടുത്തേക്കുന്ന ടെൻസ് പല ടെൻസ് ആയിപ്പോയി. There is no substitute for hard working
Okay, hard working vendra, working hard എന്ന് നമ്മൾ ശരിക്കും അതിനെ പറയുന്നത്. Hard working പറയില്ല, hard work. ഇങ്ങനെ കൊടുക്കുക. There is no substitute for hard work. And believe in yourself and keep your own beliefs. The mentor, he who takes into the right trajectory. അവിടെ the mentor who takes into the right trajectory, അത് പല സെന്റൻസ് ആയിട്ട് കൊടുക്കണം. ഇത് ഒറ്റ സെന്റൻസിൽ അത് കൊടുക്കരുത്, അത് മീനിങ് മാറിപ്പോകും കേട്ടോ. ആ യൂസേജ് തെറ്റായിപ്പോ. ഓക്കെ, ശ്രദ്ധിക്കണേ ചേർത്തെ. Sida, good morning. Dulkar's career seems to be on a growth trajectory. Yes. Dulkar D capital കൊടുക്കണ മോളെ, പേരല്ലേ capital ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. The plummeting of rape cases is considered an uphill task without changing the mindset of males right from their childhood. All right. Okay, that's great. Okay, മാറ്റിയില്ലായിരുന്നല്ലേ, sorry for that. Slide മാറ്റിയത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നന്ദീഷ്, ഐ എം സോ സോറി, മാറിപ്പോയി. അടുത്ത നമുക്ക് അപ്പോൾ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തോട്ട് പോവാം. വോളറ്റൈൽ. എന്താ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ? വോളറ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻസ്. വോളറ്റൈലിന് നമ്മുടെ സയൻസിൽ വോളറ്റൈൽ ഇവപ്പറേറ്റീവ് ആയിട്ടുള്ള, വേപ്പറൈസിംഗ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം ഉണ്ട് അല്ലെ. അല്ലാതെ വോളറ്റൈലിന്റെ അർത്ഥം എന്താ? ടെൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെയിൻഡ് ആയിട്ടുള്ള, ഫ്രോട്ട് ഓർ അൺഈസി, വോളറ്റൈൽ ആയിട്ടുള്ള കാര്യം. വോളറ്റിലിറ്റി ഇസ് നൗൺ, വോളറ്റൈൽ അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. വോളറ്റൈൽ അഡ്ജക്റ്റീവ് ഓർത്തോ. അടുത്ത് നോക്കിയേ, റെക്കൺ എന്ന വേർബ്. റെക്കൺ എന്ന വേർബിന്റെ അർത്ഥം എന്താ? കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. ഓർ റെക്കണിന്റെ വേറെ അർത്ഥമുണ്ട്, കൺസിഡർ ചെയ്യുക, റിഗാർഡ് ചെയ്യുക. രണ്ടർത്ഥമുണ്ട് റെക്കൺ. നമ്മളൊരു കാര്യം കൺസിഡർ ചെയ്യുന്നത്, റിഗാർഡ് ചെയ്യുന്നത്, ഓർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ റെക്കൺ എന്ന വേർബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഒന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഹി mistook her benign nature as love towards him and it created uneasiness in their friendship. That's great. Okay, he looks like a benign person, kind person. That's great. Sometimes the things that we are afraid of become benign. Okay. Oh, your worries are interminable. Better try to see things from another perspective. That's great. A veteran bird is always plummeting to sea for its prey. Oh, that's great. Guide was received, more tips. Guide was received alla. Guide received without a passive voice in the guide received more tips because of his benign nature, behavior. Okay, guide was received. That's passive. More tips were received by the guide. Passive. This passive or active. Guide received was an interim of 2 years has created an irreparable wedge in the relationship. That's great. The tactical trajectory adopted by Dr. Abdul Kalam to see success inspires juvenile human community. That's great. Tamil Nadu CM Stalin's benign nature has given a lot of stones followers to him. Yes, the benign character of him leads to receiving respect from others. Leads to കഴിഞ്ഞിട്ട് നമുക്ക് ടു എന്ന പ്രപ്പോസിഷന് ശേഷം വെർബ് കൊടുക്കാൻ പറ്റില്ല, അതിന്റെ ജെറൻ ഫോർമുലേഷൻ കൊടുത്തു, അത് കറക്റ്റ് ആവും. അപ്പൊ സനിൽ എങ്ങനെ കൊടുക്കണം? ദ ബിനൈൻ ക്യാരക്ടർ ഓഫ് ഹിം ലീഡ്സ് ടു റിസീവിംഗ് റെസ്പെക്ട് ഫ്രം അതേഴ്സ് കേട്ടോ. ഇഫ് യു ആർ ടു വോളറ്റൈൽ ദെൻ ചേഞ്ചസ് ആർ ഹൈ that you will be exploited by others. That's great. Chances are high. Yes, great. The skin of the infants is soft and benign. Yes, it is. In Ladakh, temperature during night will be plummeted to below zero. കേട്ടോ. In Ladakh, temperature during night will be probably plummeted to below zero എന്ന് കൊടുക്കണേ. അപ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ. Will be plummet പറയല്ലേ. Will be കഴിഞ്ഞിട്ട് V3 ഫോർമുലേഷൻ കൊടുക്കണേ. ഹവ മോളെ. He reckoned his profit of the day. That's great. It is not volatile job for me to be done for others. It is not volatile job for me to be done allada, to do. It is not volatile job for me to do for others. എന്ന് കൊടുക്കണം. To be done എന്ന് പറയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. It is not a volatile job to be done. ഇങ്ങനെ കൊടുക്കാം. എന്നൊരു മാറ്റം എടുത്തരാം. ചേർത്ത് ഇങ്ങനെ കൊടുക്കാം. It is not volatile job to be done for others. എന്ന് കൊടുത്താൽ മതി. Not reckoned him as poor. Okay. അത് സെന്റൻസ് അല്ലല്ലോ, അതൊരു ഫ്രേസ് ആയിട്ട് വന്നിട്ടുള്ളൂ, സെന്റൻസ് ആയിട്ടില്ല. പ്രവി, ഗുഡ് മോർണിംഗ്. He reckoned again but couldn't reach the right. അതെന്താണ്? രണ്ട് again വേണ്ടല്ലോ. Can you reckon me in this project? That's great. Consider me അല്ലേ. All right. Reckon again but couldn't reach the right. Okay. Though the relation was benign, yet it plummeted for an unknown reason. That's great.
Reckon others in your life, but never go by somebody's words. That's great. The dermatologist recommended a moisturizer that is benign to sensitive and combination skin type. That's great. PMOD's benign talks may make increases what cell? Increasing votes. Increases vote cell. അത് adjective ആയിട്ടാ കൊടുക്കുന്നതെങ്കിൽ ing കൊടുക്കുക. Increasing votes in Gujarat election എന്ന് കൊടുക്കുക കേട്ടോ. RRR is reckoned as one of the best Indian movies released in 2022. Great. Moving on to next set. അടുത്ത സെറ്റിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിംസിന്റെ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ബാച്ച് ആണ് കേട്ടോ. നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, BDO എക്സാം, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. നിങ്ങൾക്കറിയാം എക്സാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ 4-ാം തീയതി ക്ലോസ് ചെയ്യും. അപ്ലൈ ചെയ്തോളൂ കേട്ടോ. സമയം കളയണ്ട, വയ്യ അപ്ലൈ ചെയ്തോളാം. കൊണ്ട് സമയം എന്നാൽ പോലും അപ്ലൈ ചെയ്യാനുള്ളവർ പയ്യെ അപ്ലൈ ചെയ്തോളാം. ഓക്കെ. അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഇപ്പോൾ തന്നെ 2070 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ ആഫ്റ്റർ ഡിസ്കൗണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്റെ കോഡ് ഉപയോഗിക്കാം. Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ ഈ ഡിഗ്രി പ്രിംസിന്റെ ക്ലാസ്സുകളിൽ എന്ന് വെച്ചാൽ നമ്മൾ Monday to Friday ആണ് ക്ലാസ്സുകൾ. 2 ദിവസം ബാക്കി ലീവ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഇതുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അങ്ങനെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പോകാം. നോട്ട്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എ ഡ്രൈവ് as well. നോട്ട് പിന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഒരു ഡ്രൈവ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യാം. ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ VFA ബെവ്കോ LDയുടെ റിസൾട്ട് വരട്ടെ. 10th പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടേ ഞാൻ പഠിക്കുള്ളൂ എന്ന് വിചാരിച്ച് വാശി പിടിച്ചിരിക്കരുത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഇതിപ്പോ കോഴ്സ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ സെൽഫ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാം കേട്ടോ. ഇനി നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ പോലും നിങ്ങൾ അവസാന നിമിഷത്തേക്ക് വെച്ചാൽ പറ്റില്ല. ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് വാസ്റ്റ് ആയിട്ട്. അപ്പൊ അത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. പിന്നെയുള്ള സമയം നമുക്ക് അത് റിവൈസ് ചെയ്യാനോ ഉപയോഗിക്കാൻ പറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഡീറ്റെയിൽ ഓറിയന്റഡ് ആയിപ്പോഴത്തെ എക്സാം ഡിഗ്രി പ്രിംസ് എക്സാംസ് ആണെങ്കിലും അപ്പോൾ 10th ലെവൽ എക്സാംസ് PSC ഇപ്പോൾ പലതായിട്ട് അപ്ഡേറ്റഡ് ആയി. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് നിങ്ങൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് അതിൽ പ്രത്യേകത. അപ്പോൾ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ GK ഒക്കെ നല്ല ഇതായിട്ട് പഠിച്ചു തുടങ്ങുന്നത് ബ്രഷപ്പ് ചെയ്ത് വീണ്ടും എടുക്കാം. കാരണം നിങ്ങൾ ഓൾറെഡി പ്രിലിംസിൽ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളവും ഒക്കെ തുടക്കം മുതലേ പഠിച്ചു തുടങ്ങും കേട്ടോ. കാരണം ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. ഫസ്റ്റ് പ്രിലിംസ് എടുത്ത് വരും. അതുകൊണ്ട് ശ്രദ്ധിക്കാം. അപ്പം മെയിനിലോട്ട് വേണ്ടി പഠിക്കാം. 2400 രൂപയ്ക്കുള്ളിൽ നമുക്ക് കോഴ്സ് കിട്ടും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. Y314 എന്നാണ് എന്റെ കോഡ്. ഓക്കെ. അപ്പൊ അടുത്തിലോട്ട് പോകാം. തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് കുറച്ചധികം വേർഡ്സ് ഉണ്ട്. റെസ്പൈറ്റ്. എന്താണ് റെസ്പൈറ്റ് എന്ന വാക്കിനർത്ഥം? റെസ്പൈറ്റ് എന്ന വാക്കിനർത്ഥം ഇത്രേ ഉള്ളൂ. ബ്രേക്ക് അല്ലെങ്കിൽ ഒരു റെസ്റ്റ്, ഇന്റർവെൽ, റെസിസ് ഓർ പോസ്. ഒരു ഗ്യാപ്പ് അല്ലെ, ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക്. അതിനെയാണ് നമ്മൾ റെസ്പൈറ്റ് എന്ന് പറയാം. അല്ലെ, ഒരു റെസ്റ്റ്, ഒരു ബ്രേക്ക്, അതിനെ റെസ്പൈറ്റ് എന്ന് പറയാം. അടുത്ത വാക്ക് നിങ്ങൾ കേട്ടുപരിച്ചിട്ടുണ്ട്. ഷെപ്പേർഡ്. ഇടയൻ എന്ന് പറയില്ലേ, ഷെപ്പേർഡ്. ഹേർഡ്സ്മൻ, അതാണ് ഷെപ്പേർഡ് എന്ന വാക്കിനർത്ഥം. എന്നാൽ ഷെപ്പേർഡ് എന്ന് പറയുന്നത് വേർബ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഷെപ്പേർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നയിക്കുക. ഇടയൻ എന്താ ചെയ്യുന്നത്? നമ്മളെ നയിക്കാൻ, ഗൈഡ് ചെയ്യുന്നത്, അല്ലെ, കണ്ടക്ട് ചെയ്യാൻ, അഷർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഷെപ്പേർഡ് എന്ന വാക്ക് ഇന്ന് വേർബ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഷെപ്പേർഡ് എന്ന വാക്കിനർത്ഥം ഗൈഡ് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക, അഷർ ചെയ്യുക. ദാറ്റ് ഇസ് ഷെപ്പേർഡ്. വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഓർത്തോണം കേട്ടോ. അതുപോലെ അടുത്ത വാക്കാണ് അക്രൂ. അക്രൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്രൂ എന്ന വാക്കിന്റെ അർത്ഥം റിസൾട്ട്. അതിന് ഇന്ന റിസൾട്ട് വരിക അല്ലെ, അതിന് കാരണമാവുക, ഇങ്ങനെ ഒരു കാര്യം. അല്ലെങ്കിൽ റൈസ്, ഇതിൽ നിന്ന് വരിക, ഉരുത്തിരിഞ്ഞ് വരിക, ഒറിജിനേറ്റ്, എമിനേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് അക്രൂ. അതുപോലെ ഓർ അക്രൂ എന്നതിന് അക്യുമുലേറ്റ് ചെയ്യുക എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. ഓർത്തോണം അക്രൂ എന്ന വാക്ക്. അക്രൂ ഒക്കെ നോർമലി നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ കൈൻഡ് ഓഫ് വേർഡ് ആണ്. ഇറ്റ്സ് എൻ ഒഫീഷ്യൽ വേർഡ്. ഡെയിലി യൂസിൽ ഇല്ല. അക്രൂ ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ റിസൾട്ട് ചെയ്യപ്പെടുക എന്നൊക്കെയുള്ള നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷെ അക്രൂ ചെയ്യപ്പെടുക എന്ന് ഉപയോഗിക്കാറില്ല. കാരണം അത് ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം നിങ്ങൾ കാണാറുള്ളൂ. അതാണ് നമ്മുടെ അക്രൂ എന്ന വാക്ക്. Benign Joe was taken for granted by many, which made her to bear the brunt. All right, George Uti collects all his bills and tickets to reckon his monthly expenses. Great. Reckoning court fee for the purpose of filling a suit is an easy one. That's great. Don't reckon you are a fool. Okay. All right, that's great. You are creating trajectory to success to many students. That's great. Please reckon my leave application. Please consider. That's great. Burning the midnight oil before the test is regarded as volatile. Yes, it is. He took a long respite for a better beginning. That's great. Remember, is a shepherd of lots of students. ഇടയനല്ലേ, കൊള്ളാം. പണ്ട് എന്നോട് ഞാൻ പണ്ട് ക്ലാസ്സിൽ ലീഡർ ആയിരുന്നപ്പോൾ എൻ്റെ ഒരു സർ എന്നെ വിളിക്കുമായിരുന്നു. അതെങ്ങനെയാ, ഇടയൻ നന്നായാലല്ലേ ആട്ടുംപറ്റം നന്നാവുള്ളൂ എന്ന് പറയാൻ. പ്ലസ് 2 പഠിച്ച സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കും. ഇടയൻ എന്ന വാക്കൊക്കെ എനിക്ക് അപ്പം സാറിന് ഓർമ്മ വരും. എന്താണെന്നറിയോ? A man who won't be reckoned himself.
all അതൊക്കെ രസം. The elder children are always expected to shepherd their younger ones. That's great sentence. He badly needed a respite in his career. That's great. അടുത്തോട്ട് പോവാം. പാരഡൈം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പാരഡൈം നമ്മൾ പറയാറുണ്ടല്ലേ. പാരഡൈം എന്ന് പറഞ്ഞിട്ടുള്ളൂ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു മോഡൽ, പാറ്റേൺ, സ്റ്റാൻഡേർഡ്, അതിനുണ്ട് പാരഡൈം എന്ന് പറയാം. അല്ലെ, ഇറ്റ്സ് എ പാരഡൈം എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സാമ്പിൾ ആണ്, ഇതൊരു മോഡലാണ്, ഇതൊരു പാറ്റേൺ ആണ്. ദാറ്റ് ഇസ് പാരഡൈം. ഓർത്തോളൂ, നൗൺ ആണ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഡിഫക്റ്റ്. ഡിഫക്റ്റ് ചെയ്യുക, ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഫ്ലോ എന്നൊക്കെ പറയും. ഡിഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡെസേർട്ട് ചെയ്യുക. ഡിഫക്റ്റ് ചെയ്യാൻ വേർബ് ഉണ്ട് കേട്ടോ. ഡിഫക്റ്റ് നമുക്ക് നോർമലി ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്. ഡിഫക്റ്റ്, ഇറ്റ്സ് എ ഡിഫക്റ്റ്, ഇതൊരു ഡിഫക്റ്റ് ആണ് എന്ന് പറയില്ലേ. ആ ബോഡിലി ഡിഫക്റ്റ് ഒക്കെ പറയില്ല, ആ സാധനം, ആ ഡിഫക്റ്റ്. നൗൺ ഉണ്ട്, അതേപോലെ വേർബും ഉണ്ട് ഡിഫക്റ്റ്. ഡിഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഡിഫക്റ്റ് എന്ന വേർബിൽ നിന്ന് വന്നതാ. ഡെസേർട്ടർ, അപ്പൊ ഡെസേർട്ട് ചെയ്യുക, അബാൻഡൻ ചെയ്യുക. ട്രൈറ്റർ അല്ലെ, ചീറ്റ് ചെയ്യുക, അതാണ്. അപ്പൊ ടേൺ കോട്ട് എന്താ പറയുക? നമ്മളൊരു ആളിൽ നിന്നല്ലേ, ഒരു പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാട് പറയില്ലേ, അതിനെയാണ് നമ്മൾ ഡിഫക്റ്റർ പറയാം അല്ലെ. വൺ ഹൂ എന്താ പറയാ, one who cheats or desert or abandon one's community or group, political group ഒക്കെ ആണെങ്കിൽ നമുക്ക് അവരെ ഡിഫക്റ്റർ എന്ന് വിളിക്കാം. ഡെസേർട്ടർ, ടേൺ കോട്ട്, ട്രൈറ്റർ, റെനിഗേഡ് എന്നൊക്കെയാണ് മീനിങ്. പഠിച്ചിട്ടുണ്ട്, ഡിഫക്റ്റ് ചെയ്യുക എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓർത്തോളാം. ഓക്കെ. It is volatile to understand her. Okay. His career respite accrued, his career break accrued in less movies for him. Okay. Resulted in like. Okay. Don't think that this respite is going to affect your career trajectory. That's great. Sneha took on off from work since she was advised to commit a complete respite for at least one day. That's great. All right. ഓഫ് എടുത്തു എന്ന് പറയുന്ന മലയാളത്തിൽ പറയാട്ടോ. നമുക്ക് പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ടുക്ക് ആൻ ഓഫ് എന്ന് പറയില്ല, അത് തെറ്റായ യൂസേജ് ആണ്. നമുക്ക് പറയാം ഷീ ടുക്ക് ആൻ ഓഫ് ഡേ എന്ന് പറഞ്ഞു. അവിടെ പറയണമെങ്കിൽ ഓഫ് ഡേ കൊടുക്കണം കേട്ടോ. ഉമ ഓഫ് ഡേ, ഗ്യാപ്പ് ഹൈഫനേറ്റഡ് ഓഫ് ഡേ കൊടുക്കാം. ഓഫ് കഴിഞ്ഞിട്ട് ഹൈഫനേറ്റഡ് ഡേ കൊടുക്കാം. Income accruing from the property can be accumulated to a particular fund for the maintenance of children is good thing. That's great. One day you will get an accrue for accrued noun കൊടുക്കണോ? അക്രൂവൽ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നോക്കട്ടെ, അക്രൂവൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അക്രൂവിന്റെ നൗൺ നിനക്ക് കൊടുക്കണമെങ്കിൽ അക്രൂവൽ ആണ്, എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്. നോക്കട്ടെ. യെസ്, അക്യുമുലേഷൻ എന്നർത്ഥം. നൗൺ ആയിട്ട് കൊടുക്കണമെങ്കിൽ അക്രൂവൽ കൊടുക്കട്ടോ. അക്രൂ വേർബ് അല്ലേ ഉള്ളൂ, നൗൺ ആക്കണോ നിങ്ങൾക്ക്? നീ നൗൺ കൊടുത്തു അക്രൂവൽ. അത് നമ്മൾ എന്താണ് പറഞ്ഞാന്ന് എൻ്റെ ഒരു വിശ്വാസം. അക്രൂവൽ, അക്യുമുലേഷൻ എന്നർത്ഥം. One day you will get an accrual for your hard work. അയ്യോ, അക്രൂ റിസൾട്ട് ആണോ? അതിന്റെ റിസൾട്ട് ആയിട്ട് വരിക, അക്യുമുലേറ്റ് ചെയ്ത് നോക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു സമ്മില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അക്രൂ ചെയ്യുക, റിസൾട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. അല്ലാതെ റിസൾട്ട് എന്ന നൗൺ അർത്ഥം വരില്ല കേട്ടോ നദീഷ. നൗൺ എന്താ റിസൾട്ട് ചെയ്യുക എന്നുള്ള അർത്ഥം, റിസൾട്ട് എന്ന നൗണ് വരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറ്റില്ല. അക്യുമുലേഷൻ എന്നൊരു അർത്ഥമാണ് അക്രൂവലിന് കേട്ടോ, അത് ഓർത്തോണം എന്നെ അല്ലേ. അല്ലാതെ റിസൾട്ട് എന്നുള്ള റിസൾട്ട് തന്നെ കൊടുക്കുക. ഇൻഅപ്രോപ്രിയറ്റ് യൂസേജ് ആയിപ്പോയി. അവിടെ അക്രൂ കട്ട് ചെയ്തേ, എന്നിട്ട് വിൽ ഗെറ്റ് എ റിസൾട്ട് എന്ന് കൊടുത്തേ, എപ്പോഴാ കറക്റ്റ് ആവുക. ഇറ്റ് ഇസ് റിയലി ടഫ് ടു ഫോളോ ദ പാരഡൈം സെറ്റ് ബൈ എ patriarchal society. Yes, it is so difficult. And AAP MLA in Gujarat defected to BJP. Yeah, defected to BJP അല്ല, ഇങ്ങനെ defected അല്ലേ. an AAP MLA in Gujarat defected from AAP എന്ന് കൊടുക്കുക. AAP എന്ന് ഡിഫക്ട് ചെയ്തു, മറുകണ്ഠം ചാടി എന്നാണ്. ബിജെപിയിലോട്ട് മറുകണ്ഠം ചാടി എന്ന് പറയാനല്ല പറയുന്നത്. ആരെ ഡെസേർട്ട് ചെയ്തു? AAP ഡെസേർട്ട് ചെയ്തു. മനസ്സിലായോ? സാധാരണ കോൺഗ്രസിലെ MLA കാണിക്കുന്ന പരിപാടിയില്ലേ, BJPയിലോട്ട് ചാടുക. അപ്പോ എങ്ങനെയാണ് ഡെസേർട്ടഡ് കോൺഗ്രസ് അല്ലെ, ഡിഫക്റ്റഡ് പാരഡൈം, ഡിഫക്റ്റഡ് കോൺഗ്രസ് എന്ന് തന്നെ കൊടുക്കണം. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ബിക്കം എ പാരഡൈം. Okay, if you're ready to cope with the ramification accruing from this act of yours, then I have nothing more to preach. അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതാ ഇഫ് ക്ലോസിനോട് ഒരിക്കലും then കൊടുക്കും. ഇറ്റ്സ് എ റിഡൻഡന്റ് ഫ്രേസ്. ഇഫ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ then ആവശ്യമില്ല. അപ്പൊ then കട്ട് ചെയ്തോളാം കേട്ടോ. ഇഫ് യു റെഡി എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നത്തിങ് മോർ ടു preach എന്ന് പറഞ്ഞു. then അവിടെ വേണ്ട കേട്ടോ, then കട്ട് ചെയ്തോളാം. My accrual wouldn't be great without a paradigm. Okay, accumulation. That's great. ആ അർത്ഥം accumulation ആണ്. accrual എന്ന് പറഞ്ഞാൽ accumulation എന്ന അർത്ഥമാണ്, അതോർത്തം. Yes, that's great. Moving on, അങ്ങനെയാണെങ്കിൽ അടുത്ത സെറ്റ് പോകും. സഫിസ്. എന്താ സഫിസ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം?
സഫിഷ്യന്റ് ഇല്ലേ, നമ്മൾ പറയില്ലേ സഫിഷ്യന്റ്, ആ സഫിഷ്യന്റ് ആവുക, അതാണ് സഫിസ് എന്ന വാക്ക് വേർബിന്റെ അർത്ഥം വരിക. ബി ഇനഫ്, ബി സഫിഷ്യന്റ്, ഡു, സെർവ് എന്നാണ് സഫിസ്. സഫിസ് വേർബ്, സഫിഷ്യന്റിന്റെ വേർബ് ഫോർമുലേഷൻ ആണ് സഫിസ്. ഇറ്റ് വിൽ സഫിസ്, ഓ അത് മതി, അത് ധാരാളം ഉണ്ട്, ആവശ്യത്തിനുണ്ട്, അത് തികയും എന്ന് പറയില്ല. ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ സെർവ്, ഇറ്റ് വിൽ സഫിസ്, അതാണ് സഫിസ് എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത ട്രാൻസ്പെറൻസി, അറിയാലോ മലയാളത്തിൽ നമ്മൾ പറഞ്ഞ സുതാര്യത. ഈ സുതാര്യത എന്ന് പറഞ്ഞ അർത്ഥം ഒരു മറയില്ലാതെ വേണം അല്ലെ, മറയില്ലാതെ ഓപ്പൺ ആയിരിക്കണം അല്ലെ. നമ്മളെപ്പോഴും പറയില്ലേ ഡേറ്റ ട്രാൻസ്പെറൻസി വേണം. എന്താ ട്രാൻസ്പെറൻസി? സുതാര്യത വേണം എന്ന് വെച്ചാൽ ലൂസിഡിറ്റി, നമുക്ക് അറിയണം അല്ലെ, നമ്പേഴ്സ് അറിയണം, ക്ലാരിറ്റി വേണം, ഓപ്പൺനെസ് വേണം, ഓണസ്റ്റി വേണം. ദാറ്റ് ഇസ് ട്രാൻസ്പെറൻസി. ലൂസിഡിറ്റി, ക്ലാരിറ്റി, ഓപ്പൺനെസ്, ഓണസ്റ്റി. ട്രാൻസ്പെറന്റ് ആവുക എന്ന് പറയില്ലേ, അവസാനമാണ് അഡ്ജക്റ്റീവ്, യു നോ ഇറ്റ് അല്ലെ. അടുത്ത അഗ്രവേറ്റ് ചെയ്യുക. എന്താണ് അഗ്രഗേറ്റ് നൗൺ ആണ്. വാട്ട് ഈസ് അഗ്രഗേറ്റ്? അഗ്രഗേറ്റ് എത്രയാ എന്നൊക്കെ ചോദിക്കില്ലേ, അതിന്റെ ആ ഒരു ടോട്ടൽ, അതാണ് അഗ്രഗേറ്റ്. പക്ഷെ അഗ്രവേറ്റ് ചെയ്യുക മീൻസ് വേഴ്സൺ ചെയ്യുക, എക്സാസബേറ്റ് ചെയ്യുക, ഹൈറ്റൻ ചെയ്യുക, ഇന്റൻസിഫൈ ചെയ്യുക, വഷളാക്കുക, അതാണ് അഗ്രവേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തില്. എക്സാസബേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ, വേഴ്സൺ ചെയ്യുക, അത് തന്നെയാണ് അർത്ഥം, വഷളാക്കാണ്, ഹൈറ്റൻ, ഇന്റൻസിഫൈ ഒക്കെ. പക്ഷെ എക്സാസ്പെറേറ്റ് എന്ന് പറയുന്ന വാക്കറിയാലോ, എക്സാസ്പെറേറ്റ് കൺഫ്യൂസിംഗ് വേർഡ്സ് ആ. എക്സാസ്പെറേറ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എക്സാസ്പെറേറ്റ്. എക്സാസ്പെറേറ്റ്, അനോയ് ചെയ്യുക, ഫ്രസ്ട്രേറ്റ് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതാണ് എക്സാസ്പെറേറ്റ്. എക്സാസ്പെറേറ്റ്, ഇത് എക്സാസബേറ്റ്, അഗ്രവേറ്റ്. അഗ്രഗേറ്റ് മറക്കരുത്, അഗ്രഗേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എന്നാണ്. അഗ്രഗേറ്റ് വിച്ച് ഇസ് ദ ഗ്രേറ്റ് എമൗണ്ട്. അഗ്രഗേറ്റ് അഡ്ജക്റ്റീവ് ആയിട്ടും നൗൺ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന അഗ്രഗേറ്റ്, ടോട്ടൽ. ഓക്കെ, അടുത്ത കമ്മൻസറേറ്റ്. കമ്മൻസറേറ്റ് അഡ്ജക്റ്റീവ് ആണ്. കമ്മൻസറേറ്റ്, കമ്മമറേറ്റ് അല്ല, കമ്മൻസറേറ്റ് ഓർത്തോണം. ഇക്വലന്റ് അഡ്ജക്റ്റീവാ. കറസ്പോണ്ടിങ്, ഈക്വൽ. കമൻസറേറ്റ് എന്ന് വെച്ചാൽ, കമൻസറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കമൻസറേറ്റ് വിത്ത് സംതിങ്. വിത്ത് എന്നാണ് പ്രൊപ്പോസിഷൻ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഉണ്ട് അഡ്ജക്റ്റീവിലൂടെ, ചില അഡ്ജക്റ്റീവുകളുടെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ അല്ലേ. കമൻസറേറ്റ് വിത്ത് സംതിങ്, ഈക്വലന്റ് ടു സംതിങ്, കറസ്പോണ്ടിങ് ടു അല്ല, ഈക്വൽ ടു, ഇവിടെ ടു ആണ് വരിക. അതാണ് ഞാൻ കമൻസറേറ്റിനോട് വിത്ത് എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇതിനോട് ഫിക്സഡ് പ്രൊപ്പോസിഷൻ വിത്ത് വരും, പക്ഷെ ഈക്വലന്റിന്റെ കൂടെയൊക്കെ ആണെങ്കിൽ ടു വരും. കറസ്പോണ്ടിങ് ടു, ഈക്വലന്റ് ടു, ഈക്വൽ ടു ഒക്കെ വരും അല്ലെ. പക്ഷെ കമൻസറേറ്റിന്റെ കൂടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ വിത്ത് എന്ന പ്രൊപ്പോസിഷനാണ്. ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ് ഓഫ് കോഴ്സ്, അതിന്റെ വിത്ത് എന്ന പ്രൊപ്പോസിഷനാണ് വരിക. അടുത്ത് നോക്കിയേ, റോബസ്റ്റ്. അറിയാലോ റോബസ്റ്റ്, സ്ട്രോങ്, വിഗറസ്, സ്റ്റേഡി, ടഫ്, അതാണ് റോബസ്റ്റ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ടഫ് ആയിട്ടുള്ള, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ, റോബസ്റ്റ് എന്ന വാക്ക് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നോക്കട്ടെ അടുത്ത സെന്റൻസ്. യാ, my accrual wouldn't be great without a അത് പറഞ്ഞല്ലേ. The humanoid activities accrue the for the disasters. Accrue the what? Accrue the dash for the disasters. Accrue the dash. എന്താണ് dash അവിടെ? ഐശ്വര്യ അവിടെ എന്ത് കൊടുക്കണം? Accrue the what എന്ന് കൊടുക്കണേ. Nothing can suffice his greed. That's great. Don't be suffice on others matter. Don't be suffice എന്ന് പറയില്ല. അതെങ്ങനെ don't be enough എന്ന് പറയുന്നത്? അവിടെ തെറ്റാ, യൂസേജ് അവിടെ ആ സെന്റൻസ് തെറ്റാണ് കേട്ടോ. ഐശ്വര്യ അങ്ങനെ കൊടുക്കില്ല. സഫിസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആവശ്യത്തിനാവുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. യുവർ ഹാർഡ് വർക്ക് അക്രൂഡ് ഇൻ യുവർ സക്സസ് എന്ന് പറയോ? യുവർ ഹാർഡ് വർക്ക് അക്രൂഡ് ഇൻ യുവർ സക്സസ്, അവിടെ അക്രൂഡ് പറയാം, അവിടെ അത് റിസൾട്ടഡ് ഇൻ ആണ്, കറക്റ്റ് ആണ്. India would accrue as one of India would rise as one of the greatest economy in the upcoming week. Okay, that's great. That's a great sentence. ഞാൻ ഇന്നലെ ട്രാൻസ്ഫർ കോഴ്സ് പർച്ചേസ് ചെയ്തു. ഇന്ന് ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ ഇന്ന് മുതലാണ് നോക്കിയത്. മതിയോ? ഇന്നൊരു മന്ത് നോക്കണോ? അത് ഇന്നലെ ഞാൻ ഹലയോട് പറഞ്ഞില്ലേ, ഹല ഒരു മാസം, അതായത് ഈ പറഞ്ഞ ഡിസംബർ മുതലാണ്, ഈ ഡിസംബർ മാസം എടുത്ത് പഠിച്ചോ. എനിക്കറിയാം ഇന്നലെ മുതൽ പഠിച്ചു തുടങ്ങിയാൽ മതി എന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അത് ഡിസംബർ മാസം ഒന്ന് തുടങ്ങി. അത് ഇരിക്കട്ടെ, കാരണം യു നീഡ് അറ്റ്ലീസ്റ്റ് 1 monthന്റെ ഒരു വൊക്കാബുലറി കയ്യിൽ വേണം കേട്ടോ. Taking a respite from cooking, mom gave us a jolt. That's great. Sometimes over transparency spoils you. Yeah, transparency demeanor is a trait we all need to inculcate in our lives. That's great. The situation is already volatile. Please don't aggravate it even more. That's great. M.K. Gandhi is a paradigm for all the leaders in the world. Yes. His robust mindset won the hearts of many. Great. That lady has a robust character. Great. The trauma is accompanied by aggravated emotions in addition to interim muscle cramps, said the doctor. That is great sentence. It is deplorable that teachers in self-financing colleges are not receiving a salary commensurate with that of government and aided college teachers. Yes. Equivalent ആയിട്ട് കിട്ടാറില്ല. Moving to the last set, parameter. നമ്മൾ paradigm കണ്ടില്ലേ? Parameter.
What are the parameters? കേട്ടിട്ടില്ലേ? Criteria അല്ലെ? Criteria എന്നർത്ഥം വരും. അപ്പൊ ക്രൈറ്റീരിയൻ സിംഗുലർ, പാരാമീറ്റർ ഒന്ന്, അതുകൊണ്ട് സിംഗുലർ ആയിട്ട് ക്രൈറ്റീരിയൻ കൊടുത്തു. ക്രൈറ്റീരിയന്റെ പ്ലൂറൽ ക്രൈറ്റീരിയ ആണ്, ഓർക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മള് ഇത് സിംഗുലർ ആണ് ക്രൈറ്റീരിയൻ. നമ്മളിത് ലാറ്റിൻ നൗണില് വരത്തന്മാർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ക്രൈറ്റീരിയൻ ഒന്ന്, ക്രൈറ്റീരിയ പ്ലൂറൽ, ക്രൈറ്റീരിയൻസ് അല്ല കേട്ടോ, ഓർത്തണം. ഫ്രെയിംവർക്ക്, ലിമിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്നപോലെ. ഏതാണ് ക്രൈറ്റീരിയ, എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറയില്ലേ? ലിമിറ്റ്, വേരിയബിൾ എന്താ, അതാണ് പാരാമീറ്റർ എന്ന് വാക്കിന്. അടുത്ത സ്റ്റണ്ട് ചെയ്യാം. വാട്ട് ഇസ് സ്റ്റണ്ട്? സ്റ്റണ്ട് മീൻസ് പ്രിവെന്റ്, ഇൻഹിബിറ്റ് ഓർ ഇംപീഡ് ഓർ ഹാമ്പർ, തടഞ്ഞു നിർത്തുക, അതിനാണ് നമ്മൾ സ്റ്റണ്ട് ചെയ്യാന്ന് പറയാം. അടുത്ത മാൻഡേറ്റ്, നൗൺ ആയിട്ടും വെർബ് ആയിട്ടും ഉപയോഗിക്കാം. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് അല്ലെങ്കിൽ അതോറിറ്റി, അപ്രൂവ് ചെയ്യുക, ഓത്തറൈസ് ചെയ്യുക എന്നാണ് മീനിങ്. ഓർത്തോണം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വായിക്കാറുള്ള വാക്കുകളാണ്. മാൻഡേറ്റ് ഒക്കെ, പാരാമീറ്റർ, മാൻഡേറ്റ് ഒക്കെ. സ്റ്റണ്ട് ഇന്ന് ആദ്യമായിട്ടാണ്, പ്രിവെന്റ്, ഇൻഹിബിറ്റ് ഒക്കെ. ഓർത്തോണേ. നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട്, ഇന്ന് സമയം അധികം പോയല്ലോ, ഒരുപാട് വേർഡ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സമയം ഇച്ചിരി പോയത്. അപ്പൊ നമുക്ക് വേഗം ആർട്ടിക്കിളോട്ട് പോകാം കേട്ടോ. യെസ്, December 1st to Jan 13 വരെ നോക്കാം അല്ലെ? അത് തന്നെ ഹാല, അത് തന്നെ നോക്കാം. Her disease is getting aggravated day by day. Lakshmi, aggravated കേട്ടോ, getting aggravated. To become a paradigm to a group of students is not at all an easy one. It is not. Yes. Before we enter into marriage, let me know your parameters. That's great. അതെനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ? കണ്ടീഷൻസ് പറയാന്നല്ലേ? Since the authentic parts of this vintage vehicle is currently unavailable, you'll have to order commensurate ones. Equivalent ones. Okay. Though there are many campaigns against usage and propagation of drugs, the situation is aggravating day by day. Yes, it is. എന്താണല്ലേ? എന്താണ് കഥ? അപ്പൊ പിള്ളേരെ വൊക്കാബുലറി ഇത്രേ ഉള്ളൂ, ഇന്നധികം ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടെ. അതുപോലെ തന്നെ ലൈക്ക് ഇടാത്തവരൊക്കെ ഒരു ലൈക്ക് ഇട്ടെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകാം. ഒന്ന് വായിച്ചുവിടാം കേട്ടോ ആർട്ടിക്കിളോട്ട്. ഇന്ററിം റിലീഫ്, താൽക്കാലിക ആശ്വാസം അല്ലെ? നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഒരു മഴ പെയ്ത ഒരു തൽക്കാലത്തേക്ക് ആശ്വാസം എന്നൊക്കെ പറയുന്ന പോലെ നമുക്കിപ്പോ ഒരു ഇന്ററിം റിലീഫ് ഉണ്ട്, ഒരു ഇന്റർവൽ റിലീഫ് ഉണ്ട്, ഒരു മീൻ ടൈം, ഒരു ടെമ്പററി റിലീഫ് ഇപ്പൊ നമുക്ക് ഉണ്ടെന്ന് പറയാണ്. ലെറ്റ്സ് സീ. Headline inflation's welcome moderation below 6% in November may not sustain yet. അപ്പോൾ ഒരു ചെറിയൊരു ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഉണ്ട്, അതിന്റെ ഒരു മോഡറേഷൻ ബിലോ 6% നവംബറിൽ എന്ന് പറയുന്നത് ഒരുപാട് സസ്റ്റെയിൻ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. ലെറ്റ്സ് സി എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്കൊരു താൽക്കാലികമാണെന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ നോക്കാം. ആഫ്റ്റർ എ seemingly interminable 10-month streak of Indian consumers facing runaway price rise of over 6%, retail inflation appeared to have relented a bit in November to 5.88%. This may only be slightly below the 6% upper tolerance threshold for the Reserve Bank of India (RBI), but constitutes some relief. Since April 2022, when retail prices surged at a near 8-year high rate of 7.8%, 5 of the first 8 months of 22-23 year registered 7% plus inflation. Sequentially, November's 0.9% point drops from October's. പറഞ്ഞു വരുന്നതാണ്, നവംബർ മാസം നമ്മൾ ഇൻഫ്ലേഷന്റെ ഒരു ചെറിയൊരു പ്ലമറ്റിംഗ് കാണാൻ പറ്റി. അപ്പൊ ഒരു നമ്മൾ വിചാരിച്ചു ആഫ്റ്റർ ആൻ ഇന്റർമിനബിൾ, ഒരിക്കലും നമുക്ക് എൻലെസ് ആയിട്ടുള്ള അല്ലെ, എൻലെസ് ആയിട്ടുള്ള നിർത്താൻ പറ്റാത്ത 10 മാസം സ്ട്രീക്കിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ലൈൻ ഓഫ് ഇന്ത്യൻ കൺസ്യൂമേഴ്സിന്റെ റൺഅവേ പ്രൈസ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അതിന്റെ റൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു കുറവ് റിലൈറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. നവംബറിൽ 5.8%, മാറ്റിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 6% അപ്പർ ടോളറൻസ് ലെവലിൽ നിന്ന് കുറഞ്ഞു വന്നു എന്നാണ് RBI പറയുന്നത്. ബട്ട് അത് കുറച്ചൊരു റിലീഫ് ഉണ്ട് അല്ലെ? ഇതൊരു ചെറിയൊരു റിലീഫാണ് നമുക്ക് പറഞ്ഞു വരുമ്പോൾ. കാരണം April 2022 മുതൽ റീറ്റെയിൽ പ്രൈസസ് ഭയങ്കരമായിട്ട് കൂടി. ഏറെക്കുറെ ഒരു നിയർ 8-year ഹൈ റേറ്റ് എന്ന് പറയുമ്പോൾ 7.8 നിന്നതാണ് ഈ സാധനം. അതിൽ നിന്ന് പറഞ്ഞ് 5.8 വന്നു എന്ന് പറയുമ്പോൾ 5 of the first 8 months of 2022, അപ്പൊ ആദ്യത്തെ 5 മാസങ്ങൾ എന്ന് പറയുന്നത് 7% പ്ലസ് ഇൻഫ്ലേഷൻ ആയിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 5.88 എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തമ്മിൽ ഭേദമല്ലേ? അത് ഭേദമാണ്. അപ്പൊ സീക്വൻഷ്യലി നമുക്ക് നവംബറിലെ ഒരു 0.9% പോയിന്റ് ഡ്രോപ്പ് കാണാൻ പറ്റും ഫ്രം ഒക്ടോബേഴ്സിൽ നിന്നും, ഒക്ടോബർ മാസത്തിൽ നിന്നും കുറവുണ്ട്. 6.77 മാർക്ക് കാണാൻ പറ്റും. Is the sharpest moderation in this period with a similar correction in rural inflation trajectory though it remains high at 6.1%. അപ്പോൾ ശരിയാണ്, നമുക്ക് സാധാരണ ട്രജക്ടറിയിൽ നിന്ന് ഒക്ടോബർ മാസം വന്നത് 6.77 ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറഞ്ഞു. അതില് 6.1 എന്ന് പറയുമ്പോൾ തന്നെ ഹൈ ആണ്, ഇൻഫ്ലേഷൻ റേറ്റ് ഹൈ ആണ്. അപ്പൊ അതിൽ നിന്ന് ഇത്തവണ 5.88 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു എമൗണ്ട്. അതിനായിട്ട് നമുക്ക് അതിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് അതിനെ കാണാം. The finance ministry termed this as a drastic decline, mainly attributable to a sharp decrease in food price inflation brought about by government measures.
Consumer food price inflation cooled to an 11-month low of 4.67 in November from over 7% in October. Vegetable prices accounted for most of the decline in food inflation, moving from 7.8% inflation in October to deflation of 8.1% last month and plummeting 8.3 month on month. പറഞ്ഞു വരുന്നതാണ് ഫിനാൻസ് മിനിസ്ട്രി ഇതിനെ കണക്കാക്കുന്നത് ഈ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞതിനെ ഫിനാൻസ് മിനിസ്ട്രി കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫുഡ് പ്രൈസസിന്റെ ഒക്കെ കുറവ് ഡിക്രീസ് വരുന്ന കാരണം എന്തുകൊണ്ടാണ് ഗവൺമെന്റിന്റെ മെഷേഴ്സ് കാരണമാണ് നമ്മുടെ ഗവൺമെന്റ് കാരണമാണെന്നാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി ഇതിനെ കണക്കാക്കുന്നത് കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ അതിന്റെ കൂട്ടം എന്ന് പറയുന്ന ഒരു 11-month ലോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഇൻഫ്ലേഷന്റെ കുറവ് ഇപ്പോൾ ഒരു 4.67% നവംബറിൽ കാണാൻ പറ്റും അതിൽ നിന്ന് ഇവിടേക്ക് കുറഞ്ഞ എത്രയാ അതിന്റെ ഒരു ഇൻഫ്ലേഷൻ കൂൾ ചെയ്യപ്പെട്ട കുറയുക 7% കുറവ് നമുക്ക് എവിടെ കാണാൻ പറ്റും ഒക്ടോബറിൽ ഉള്ള 7% ആയിരുന്നു അതിൽ നിന്ന് നവംബറിലോട്ട് വരുമ്പോൾ 4.67% ആയി അപ്പോൾ ഒരു കുറവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും വെജിറ്റബിൾ പ്രൈസസ് തന്നെ എടുത്തു നോക്കിയാൽ അതിൽ തന്നെ നമുക്കൊരു ഫുഡിന്റെ എമൗണ്ട് കുറയും നമുക്ക് കാണാൻ പറ്റും കാരണം നമുക്കവിടെ ഒക്ടോബറിൽ എന്ന് പറയുന്നത് 8.7% ലാസ്റ്റ് മന്തിലെങ്കിൽ ഇപ്പൊ അത് 7.8% ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മന്ത് ഓൺ മന്ത് ഒരു മാസം അടുത്ത മാസത്തിലോട്ട് വരുമ്പോഴേക്കുള്ള ഇൻഫ്ലേഷന്റെ കുറവ് ഡിക്രീസ് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ കാണാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത് സോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ് വെജിറ്റബിൾ പ്രൈസസ് മേ റിമെയിൻ ബിനൈൻ ഫോർ എ ബിറ്റ് കുറച്ചു കാലത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തോന്നുമായിരിക്കാം വെജിറ്റബിൾ പ്രൈസ് പക്ഷെ അതിങ്ങനെ സ്ഥിരമായിട്ട് പോകുമോ ബട്ട് ആർ ഇതുവരെ ഉള്ളത് ഓക്കെയാണ് ഇനി എന്താണ് വാട്ട് ആർ ദ കോൺസിക്വൻസസ് നോക്കാം ബട്ട് ആ വോളറ്റൈൽ ബിൻ നേച്ചർ നമുക്കറിയാം അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഇറ്റ്സ് റിയലി ടെൻസ്ഡ് ആണ് അല്ലെ വളരെ ടെൻസ് നേച്ചറിലാണ് നമ്മുടെ വെജിറ്റബിൾ പ്രൈസ് കയ്യാലപ്പുറത്തെ തേങ്ങയാണ് എപ്പോൾ വേണമെങ്കിലും കൂടാം എന്നാണ് പറയുന്നത് എക്സ്ക്ലൂഡിംഗ് ദം retail inflation would have accelerated to 7% in November some reckon ചിലർ കൺസിഡർ ചെയ്യുന്നത് നവംബറിലേക്ക് വരുമ്പോഴേക്കും അത് ആക്സിലേറ്റ് 7% മാറാം there has been little respite on other household budget items including essential kitchen supplies such as cereals, milk and spices whose inflation rates accelerated to 13%, 8.2% and 19.5% respectively. The government expects steps to check cereals and pulses prices to be felt more significant in coming months. Fuel inflation rebounded to 10.6% with kerosene and coal costs rising month on month. Core inflation, which excludes food and energy prices and whose stickiness RBI Governor Shaktikanta Das warned of in the latest monetary policy. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ അപ്പോൾ നവംബർ മാസത്തിലേക്ക് പറഞ്ഞല്ലോ വേണമെങ്കിൽ നവംബർ മാസത്തിനേക്കാളും കുറച്ചുകൂടി വേണമെങ്കിൽ കൂടാം ഇനിയുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമുക്ക് പറയാൻ പറ്റില്ല അതാണ് പറയുന്നത് അപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഇത് മാത്രമല്ല നമുക്കൊരു ചെറിയൊരു there has been little respite പ്രത്യേകിച്ച് ഒരു ബ്രേക്കും ഇല്ല മറ്റ് ഹൗസ് ഹോൾഡ് ഐറ്റത്തിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സീരിയൽസ് എടുത്തോ മിൽക്ക് എടുത്തോ അതുപോലെ തന്നെ സ്പൈസസ് എടുത്തോ അവരുടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതൽ തന്നെയാണ് ആക്സിലേറ്റഡ് ആണ് 13% നിന്ന് 8.5% നിന്ന് 90%ലേക്ക് ആക്സിലേറ്റ് കൂടുക ചെയ്തത് ആകപ്പാട് നമുക്ക് എടുത്തു പറയത്തക്കാണ് വരുമ്പോൾ സീരിയൽസിന്റെ പ്രൈസ് കുറഞ്ഞിട്ടില്ല മിൽക്കിന്റെ സ്പൈസിനൊന്നും പ്രൈസ് കുറച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഫ്ലേഷൻ ശരിക്കും വലിയ കാര്യം ഒരു ചെറിയൊരു ടെമ്പററി ആശ്വാസം മാത്രമായിട്ട് കൂട്ടിയാൽ മതി എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ ഗവൺമെന്റ് ശരിക്കും സീരിയൽസിന്റെയും പൾസസിന്റെ ഒക്കെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമ്മിങ് മന്ത്സിൽ ശരിക്കും ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ നമ്മളിപ്പോ ഫ്യൂവൽ എടുത്തോട്ടോ ഫ്യൂവലിന്റെ പ്രൈസിന്റെ ഇൻഫ്ലേഷൻ എടുത്തു 10.6% അപ്പൊ കറസിനും കോളിന്റെയും പ്രൈസ് കൂടുന്ന മന്ത് ഓൺ മന്ത് കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ അതനുസരിച്ച് ആ ഫ്യൂൽ ഇൻഫ്ലേഷൻ കൂടി വന്ന 10.6%-ലാണ് ഇപ്പൊ കോർ ഇൻഫ്ലേഷൻ എടുക്കുകയാണ് കോറിന്റെ പൈസ വിലകയറ്റമാണ് നോക്കുന്നതെങ്കിൽ അതിൽ ഫുഡ് ആൻഡ് എനർജി പ്രൈസസ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം അപ്പോൾ അതാണ് അവിടെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഗവർണർ RBI ഗവർണർ ശക്തികാന്ത ദാസ് നേരത്തെ വോൺ ചെയ്ത പോലെ നമ്മൾ നേരത്തെ വോൺ ചെയ്ത പോലെ ലേറ്റസ്റ്റ് മോണിറ്ററി പോളിസിയിൽ അദ്ദേഹം നമുക്ക് വോൺ ചെയ്ത പോലെ തന്നെയാണ് കോളിന്റെ കാര്യവും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് റിവ്യൂ അത് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കോൾഡ് പ്രൈസ് അപ്പോൾ എങ്ങനെയാണോ പുള്ളിക്കാരൻ അത് വോൺ ചെയ്തത് അതേപോലെ തന്നെ ഇപ്പോഴും അതിന് പ്രൈസ് ഹൈക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു പ്രൈസ് റൈസ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹെൽത്ത് ആൻഡ് ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്സിലറേറ്റഡ് About 56% of items in the consumer price index basket clocked over 6% in inflation in November, a higher proportion than September and October. While asserting the worst is behind us, the RBI estimates inflation to average 6.6% in this quarter, so December could yet see a bounce back beyond 7%. Inflation has to be sustainably reined in below 6% and supported to the preferred 4% target, but with industrial output tripping as well, the Federal Bank may have limited room for aggressive rate hikes and the fiscal policy may. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റ് ഐറ്റംസ് ഉണ്ടല്ലോ ഇപ്പൊ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തു
അതുപോലെ ഹെൽത്ത് ആൻഡ് ഹൗസ് ഹോൾഡ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ എടുത്തോ, ഹെൽത്ത് എടുത്തോ, ഹൗസ് ഹോൾഡ് എടുത്തോ, ഗുഡ്സ് ആൻഡ് സർവീസസ് എടുത്തോ, അതിന്റെയൊക്കെ പൈസ കൂടിയിട്ടേ ഉള്ളൂ, ആക്സലറേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അവിടെയൊക്കെ പ്രൈസ് ആയിക്കോ കൊടുത്തത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു 56% ഓഫ് ഐറ്റംസിന്റെയും കൺസ്യൂമർ പ്രൈസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും ഹയർ പ്രൊപ്പോർഷൻ തന്നെയാണ് സെപ്റ്റംബറിനെയും ഒക്ടോബറിനേക്കാളും നമ്പർ കാണുന്നത്. അപ്പോ ഇനിയും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യം വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും ആയിട്ട് ദ വേഴ്സ്റ്റ് ഇസ് അല്ലേ, വെൽ അസർട്ടിംഗ് ദ വേഴ്സ്റ്റ് ഇസ് ബിഹൈൻഡ് us. RBI എസ്റ്റിമേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇൻഫ്ലേഷൻ റേറ്റ് ആവറേജ് 6.6% ആണ് ഈ ക്വാർട്ടറിൽ കാണിക്കുന്നത്. അപ്പോൾ ഡിസംബറിൽ വേണമെങ്കിൽ അത് ബൗൺസ് ബാക്ക് ചെയ്യാം, അത് 7 കൂടുതലാകാം, ബിയോണ്ട് 7 ആകാം, പെർസെന്റിലോട്ട് ആകാം ഡിസംബറിൽ വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യണം, സസ്റ്റൈനബിൾ ആയിട്ട് റേഞ്ച് ചെയ്യണം, അതായത് ഒരു സസ്റ്റൈനബിൾ മാനറിൽ. അപ്പൊ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ അതിനെ ഇത് ചെയ്യണമല്ലേ, റേഞ്ച് ചെയ്യണം, അതിന് ലിമിറ്റ് ചെയ്യണം. എത്രത്തോളം കുറയ്ക്കണം, 6% കുറയ്ക്കണം. എന്നിട്ട് അതിനെ ഗൈഡ് ചെയ്തിട്ട് ഒരു പ്രിഫേർഡ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് 6% കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഗൈഡ് ചെയ്ത് നമ്മൾ കൊണ്ടോട്ട് എത്ര ശതമാനത്തിലോട്ടാ, ഏറെക്കുറെ ഒരു 4% ടാർഗറ്റ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടും എല്ലാം കൂടെ നോക്കിയിട്ട് വേണം. അപ്പോൾ കാരണം വെച്ചാൽ നമ്മുടെ സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേ ഡോണ്ട് ഹാവ് എ പ്രൊവിഷൻ ഫോർ അഗ്രസീവ് റേറ്റ് ഹൈക്സ്, റേറ്റ് കൂട്ടാനുള്ള ഒരു അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവർക്കില്ല. മാത്രമല്ല നമ്മുടെ ഫിസിക്കൽ പോളിസിയുടെ ഒരു കാര്യം, ഹാവിങ് ഹെവി ലിഫ്റ്റിംഗ്, ഒരുപാട് ഫിസിക്കൽ പോളിസി അനുസരിച്ച് ദേ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് ഹെവി ലിഫ്റ്റിംഗ് ഇത്തവണ. ദാറ്റ് പെട്രോൾ പമ്പ് പ്രൈസസ് remain frozen in India means no gains will accrue to customers from dip in global crude oil prices unless daily rate price present regime for petroleum products is allowed to function again. The government could fix that for the starters. അപ്പോൾ ഗവൺമെന്റ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് എന്താ ചെയ്യേണ്ടത്, ഗവൺമെന്റ് പെട്രോൾ പമ്പ് പ്രൈസസ് ഇപ്പൊ ഇന്ത്യയിൽ ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് പ്രത്യേകിച്ച് ഒരു ഗുണവും വരുന്നില്ല. അപ്പൊ അവിടെ തുടക്കം അവിടെ നിന്നാട്ടെ പെട്രോൾ പ്രൈസിന്റെ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ആദ്യം കുറച്ചിട്ടുണ്ട്. ഫോർ സ്റ്റാർട്ടേഴ്സ് അത് ചെയ്യുക, അത് ചെയ്താൽ തന്നെ തുടക്കം ഉഷാറാവും എന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ അനാലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിൾ. ശരിയാണ്, ഇപ്പോൾ ഇൻഫ്ലേഷൻ ഒരു ചെറിയൊരു കുറവുണ്ട്, പക്ഷെ അത് അധികകാലം നിൽക്കില്ല, ഡിസംബറിലോട്ട് വരുമ്പോൾ കൂടാനുള്ള ചാൻസ് ആണ് പറയുന്നത്. നമ്മുടെ RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞനുസരിച്ച് ഇറ്റ്സ് എ വാർണിംഗ് ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് ഇൻഫ്ലേഷനെ ടാക്കിൾ ചെയ്യുന്ന മെത്തേഡ്സ് നോക്കിയില്ലെങ്കിൽ, പ്രൊആക്റ്റീവ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ പടിപാളും എന്ന് ഓദർ പറഞ്ഞ് ഉപയോഗിച്ചേക്കാണ്, ഒന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. Aggravating a good moment in life is done by some people with a silly effort. Of course, അല്ലെ, കൊളവാക്കാറുണ്ടെന്നല്ലേ. അപ്പൊ ക്വസ്റ്റനിലോട്ട് പോട്ടെ. ക്വസ്റ്റനിലോട്ട് പോയി. ഇന്നത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു, what works in Mr. Suku's favor is goodwill that he has gained over 40 years in politics. മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് ആൻസർ പറ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വേഗം ഇതിന്റെ ആൻസർ പറഞ്ഞ് നമുക്ക് വേഗം ആർട്ടിക്കിളിലോട്ട് പോകാം കേട്ടോ. ആർട്ടിക്കിൾ ഒന്ന് വേഗം പറയുമോ, അല്ല സോറി വേഗം ക്വസ്റ്റൻ പറയുമോ, എന്നെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം, ഇന്നത്തെ ക്വസ്റ്റനിലോട്ട് പോകാം. പോരട്ടെ പിള്ളേരെ, വേഗം വേഗം ആൻസർ പറയൂ, ചടപടയെന്ന് ആൻസർ പറയൂ. അപ്പൊ ഇന്നലെ പറഞ്ഞതിന് ഗുണമുണ്ടേ, കുറച്ച് പേരൊക്കെ എനിക്ക് ആൻസർ തന്നിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇന്ന് ആൻസർ കിട്ടുമോ, എനിക്ക് ആൻസർ ഇന്ന് കിട്ടുമോ? ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് വർക്ക്സ് ഇൻ സുഗൂസ് ഫേവർ. മിസ്റ്റർ സുഗുവിന്റെ ഫേവർ ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്താ കാര്യം? ഗുഡ്വിൽ ദാറ്റ് ഹി ഹാസ് റിഗെയിൻഡ് ഓവർ 40 years. 40 വർഷങ്ങളോളം പൊളിറ്റിക്സിൽ ഇരുന്ന് പുള്ളി നേടിയെടുത്ത പുള്ളിയുടെ റെപ്യൂട്ടേഷൻ, അല്ലെ, പുള്ളി നേടിയെടുത്ത റെപ്യൂട്ടേഷൻ. അപ്പൊ തന്നെ അവിടെ നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്, അത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടൊരു കാര്യമാണ്. അയാളുടെ റെപ്യൂട്ടേഷൻ 40 വർഷമായിട്ട് ഗെയിൻ ചെയ്ത റെപ്യൂട്ടേഷൻ. അപ്പൊ തന്നെ നമ്മൾ ഓർത്തെ അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഏത് ആർട്ടിക്കിളാ? ഡെഫിനറ്റ് ആർട്ടിക്കിൾ. ദ ഗുഡ്വിൽ, ദ റെപ്യൂട്ടേഷൻ ദാറ്റ് ഹി ഹാസ് ഗെയിൻഡ് എന്ന് കൊടുക്കണം. 40 years in politics, 40 year in politics അല്ല 40 years ആണ് അവിടെ. ഇയേഴ്സ് നൗൺ ആണ് അവിടെ, 40 year വരില്ല. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 40 year കൊടുക്കായിരുന്നു. അല്ല, 40 years in politics തന്നെ ഗുരുദാസ്, അതല്ല. ദ ഗുഡ്വിൽ, ആ റെപ്യൂട്ടേഷൻ ഹി ഹാസ് ഗെയിൻ, 40 വർഷമായിട്ട് ഗെയിൻ ചെയ്ത റെപ്യൂട്ടേഷൻ അവിടെ എടുത്തു പറയാണ്. സോ ദാറ്റ് ഇസ് ദ ഗുഡ്വിൽ ദാറ്റ് ഹി ഹാസ് ഗെയിൻഡ് ഓവർ 40 years in politics കൊടുക്കണം. And here we go. ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്. ഭൂപേന്ദ്ര പട്ടേൽ, whom on Monday took oath as Gujarat Chief Minister for second term, is the third person to succeed Narendra Modi in the state. ഇതാണ് ക്വസ്റ്റൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, എനിക്ക് ആൻസർ കോമന്റ് സെക്ഷൻ തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ 2 ടെലിഗ്രാം ചാനലുണ്ട്, KPSC ഷുവർ ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Attendant for കേരള സെൻട്രൽ എക്സാംസ്. 2 ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഡെയിലി ക്വിസസും അതുപോലെ തന്നെ ഡെയിലി വേർഡ്സും കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സും അതുപോലെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ കിട്ടും. ബി കണക്റ്റഡ് വിത്ത് us, മറക്കണ്ട. അതുപോലെ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. കമന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വെക്കാം, ആൻസർ പോസ്റ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു കാര്യം മറക്കണ്ട, ഇന്ന് 7:30 മണിക്ക്
നമ്മൾ CHSL-ന്റെ PYQ സെഷൻസ് ആയിട്ട് വരും. അതുപോലെ രാത്രി 9:30 മണിക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് 2022 ചോദിച്ചേക്കുന്ന പാറ്റേൺ മാറിയ ഇംഗ്ലീഷിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ സെലക്ടഡ് ആക്കി എടുത്ത് ഞാനൊരു സെഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ hoping to meet you soon. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രാത്രി 9:30ക്കും 7:30ക്കും കാണാം. അപ്പോൾ ടാറ്റ ബൈ, ടേക്ക് കെയർ, ഹാവ് എ വണ്ടർഫുൾ ഡേ.